I'm still feasting also on that blessing this morning. ഇന്ന് രാവിലത്തെ അനുഗ്രഹത്തിൽ ഞാൻ ഇപ്പോഴും മതിയായി ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നു. നാം തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം അത്യധികം സമൃദ്ധമായി നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അജ്ഞാതമാകുന്നു. നാം ദൈവത്തിന് ഈ സമർപ്പണം നടത്തിയപ്പോൾ മുതൽ എപ്രകാരം കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അത് അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹവും ശക്തിക്കുമേൽ ശക്തിയും മഹത്വത്തിനുമേൽ മഹത്വമായിട്ട് അത് അത്ഭുതകരമായിരിക്കുന്നു. അങ്ങനെ അവനത് തുടർച്ചയായി ചെയ്യും. ഈ തുവാലകൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്മേൽ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഞാൻ ഈ കാര്യത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നിങ്ങളുടെ ക്രിസ്തുമസിന്റെ സമ്മാനമായ മേൽക്കുപ്പായത്തിന്റെ നിങ്ങൾ എനിക്ക് തന്ന നല്ല തുണിക്കായ ഞാൻ നിങ്ങൾക്ക് എല്ലാവരോടും നന്ദി പറയുന്നു. സഹോദരൻ നെവിൽ, നിങ്ങളുടേതിലും അത് തന്നെയായിരുന്നുവോ? അതെ ശ്രീമാൻ, ഒരു മേൽക്കുപ്പായത്തിന്റെ തുണിയായിരുന്നു. പ്രാസംഗികർക്ക് എല്ലായ്പ്പോഴും ഒരു മേൽക്കുപ്പായത്തിന്റെ തുണി ഉപയോഗിക്കാൻ കഴിയും. അത് അത്ഭുതകരവും അത് നന്നായും ഇരിക്കുന്നു. അവർ വിയർക്കുകയും അവരുടെ വിയർപ്പ് തുണികളെ എന്റെ അറിവിൽ എളുപ്പം ജീർപ്പിച്ചു കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു പ്രാസംഗികന് വളരെയധികം തുണികളും നല്ല തുണികളും അതിനുവേണ്ടി ആവശ്യമായി വരുന്നു. ഏറ്റവും വില കുറഞ്ഞ കോട്ടൺ തുണികൾ പെട്ടെന്ന് ജീർണിച്ചു പോകുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു നല്ല മേൽക്കുപ്പായം എന്തെങ്കിലും ധരിക്കുന്നതിനായി ഒന്ന് തന്നെയാകുന്നു. നിങ്ങൾ ഈ തുണികളെ കർത്താവിന്റെ ദാസനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു പറഞ്ഞു, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ 2 ശുശ്രൂഷകർക്ക് ഒരു മേൽക്കുപ്പായത്തിന്റെ തുണി ഒരിക്കലും കൊണ്ടുവന്നില്ല. എന്നാൽ നിങ്ങൾ 2 മേൽക്കുപ്പായത്തിന്റെ തുണി യേശുവിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു എന്നവൻ പറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലത്തെ ആ സ്വർഗീയ സ്പർശനം നിങ്ങളതിനെ ശ്രദ്ധിച്ചിരുന്നുവോ? ഒരു വേദിയിലേക്കുള്ള വിളിയോ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സന്ദേശത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ വിശ്രാന്തി ജനങ്ങളെ കുളിപ്പിച്ചിട്ട് ദൈവത്തിന്റെ മഹത്വം കടന്നു വരികയും അവർ എല്ലായിടത്തു നിന്നുമായി കടന്നു വരാൻ തുടങ്ങുകയും ചെയ്തു. കൂടാതെ ലൂയിവില്ലയിലെ വാൾനട്ട് സ്ട്രീറ്റ് ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നും വന്ന എന്റെ ചില നല്ല സുഹൃത്തുക്കൾ ഇടനാഴികളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയാൽ സ്നാനപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. യോഗത്തിന് ശേഷം ഞാൻ അവരെ കണ്ടുമുട്ടുകയും അത് ദൈവശക്തിയാണെന്ന് അവർ പറയുകയുമുണ്ടായി. ഞാൻ പറഞ്ഞു, അത് തീർച്ചയായും ശരിയാണ്, അത് ദൈവശക്തിയായിരുന്നു. അവിടെ നിങ്ങൾക്ക് സംസാരിക്കാനായി വാക്കുകളെ കിട്ടുകയില്ല. എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവ് യോഗത്തെ എടുക്കുകയും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയാതെയുമാകുന്നു. അത് ശാന്തമായും മാധുര്യത്തോടും താഴ്മയോടും തകർന്നുമിരിക്കുന്നു. ഓ സഹോദരൻ പാറ്റ്, എനിക്കത് സ്വർഗമാകുന്നു. ഞാൻ ഈ പഴയ പരിഷ്കാരത്തിൽപ്പെട്ട കൂട്ടത്തിലുള്ള ഒന്നായിട്ട് അതിലുള്ള അനുഭവത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. അത് പരേതനായ പോൾ റാഡർ ഒരു വട്ടം പറഞ്ഞിരുന്ന കഥ പോലെയാണ്. ഒരു വട്ടം അദ്ദേഹവും ഭാര്യയും കൂടി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എവിടെയോ പോകുന്നതിനും അല്ലെങ്കിൽ എന്തോ ചെയ്യുന്നതിനു വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നും മറ്റും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളെ സ്വല്പം ഒന്ന് വെട്ടിച്ചുരുക്കി കളഞ്ഞു. അദ്ദേഹം തിരിഞ്ഞവളെ നോക്കുകയും അവളുടെ കവിളുകളിൽ കൂടി കണ്ണുനീരൊഴുവാൻ തുടങ്ങിയുമിരുന്നു. കൊള്ളാം, അവൾ ഇത്ര പെട്ടെന്ന് വേദനിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ വേദനയോടെ തന്നെ അവളായിരിക്കട്ടെ എന്ന് അദ്ദേഹം തന്റെ ഹൃദയത്തിൽ വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം പത്രം മടക്കിയെടുത്തുകൊണ്ട് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി. അദ്ദേഹം പോകുമ്പോഴെല്ലാം അവൾ വാതിക്കൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു വിടുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം വെളിയിലത്തെ ഗേറ്റിലെത്തുമ്പോൾ അവൾ കൈവീശുകയും പിന്നെ അത് തിരികെ അദ്ദേഹം ഓഫീസിൽ നിന്ന് വരുന്നതുവരെ അതിനെ നോക്കിക്കൊള്ളുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്ന് രാവിലെ അവൾ വാതിൽക്കൽ നിൽക്കുകയും അദ്ദേഹം അവളെ ഉമ്മ വെച്ചിട്ട് നേരെ പുറത്തേക്കുള്ള വാതിൽക്കലേക്ക് പോകുകയും ചെയ്തു. അദ്ദേഹം വാതിൽ തുറന്നിട്ട് തിരികെ നോക്കുകയും അവൾ വാതിൽ തന്നെ തലകുനിച്ചുകൊണ്ട് അപ്പോഴും ഹൃദയത്തിൽ വേദനിക്കപ്പെട്ട് നിന്നിരുന്നു. അദ്ദേഹം കൈവീശുകയും അവൾ അദ്ദേഹത്തിന് കൈവീശുകയും ചെയ്തു. അദ്ദേഹം വഴിയിൽ കൂടി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്രകാരം ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുകയും അല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയും അങ്ങനെ ദൈവം ഞങ്ങളെ രണ്ടുപേരെയും വിളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? കൂടാതെ ഒരു നല്ല സ്ത്രീയായിട്ട് കഴിയാവുന്നിടത്തോളം അവൾ ആയിരിക്കുകയും അവൾ എത്ര നല്ലവളാണെന്നും മറ്റും അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി.
അങ്ങനെ അദ്ദേഹം മുമ്പോട്ട് പോവുകയും അദ്ദേഹത്തിന്റെ ഹൃദയം ഈ വിചാരങ്ങളാൽ കൂടുതൽ വീങ്ങാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരികെ വീട്ടിലേക്ക് ഓടുകയും വാതിൽ തുറന്ന് അകത്തേക്ക് ഓടിക്കയറുകയും ചെയ്തു. അദ്ദേഹം വാതിൽ തുറന്നപ്പോൾ ആരോ കരയുന്നത് പോലെ അദ്ദേഹം കേട്ടു. തിരികെ നോക്കിയപ്പോൾ വാതിലിന് പിന്നിലായി അവൾ നിന്നിരുന്നു. അദ്ദേഹം അവളോട് എന്നോട് ക്ഷമിക്കണമെന്നോ ഞാൻ ക്ഷമയാചന നടത്തുന്നുവെന്നോ യാതൊന്നും അവളോട് പറഞ്ഞില്ല. അദ്ദേഹം അവളെ കെട്ടിപ്പിടിക്കുകയും വീണ്ടും അവളെ ഉമ്മ വയ്ക്കുകയും ചെയ്തിട്ട് നേരെ തിരികെ പുറത്തേക്ക് നടന്നിറങ്ങുകയും ചെയ്തു. അദ്ദേഹം പുറത്തെ വാതിലിലെത്തിയപ്പോൾ അവൾ വീണ്ടും വാതിൽക്കലെത്തിയിരുന്നു. അദ്ദേഹം ബായ് പറയുകയും ഇതിനു മുമ്പ് അവൾ ചെയ്തിരുന്നതും പോലെ തന്നെ അവളും ബായ് പറയുകയും ചെയ്തു. എന്നാൽ ഈ വട്ടം അതിലൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇതും അതുപോലെയാണ്. അതിലൊരനുഭവം ഉണ്ടായിരിക്കുമ്പോൾ അത് വാസ്തവമായും ദൈവത്തിൽ നിന്നുമുള്ള എന്തോ ഒന്നാകുന്നു. ഇപ്പോൾ സഹോദരൻ സോത്മാൻ ഒരു പുതിയ ട്രസ്റ്റിയായിട്ട് കുറച്ചു നേരം മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് ട്രസ്റ്റിമാരും ബാക്കിയുള്ളവരെല്ലാം തന്നെ അറിവുള്ളവരാണെന്ന് എനിക്ക് തീർച്ചയാണ്. കൂടാതെ വരുമാന വർഷത്തിന്റെ അവസാനം ജനുവരി 1 തൊട്ട് സഭയിലെ എല്ലാവിധ കാര്യങ്ങളുമാണ്, അതായത് പാസ്റ്റർമാരുടെയും ഡീക്കന്മാരുടെയും മറ്റെല്ലാ കാര്യാലയങ്ങളും തീരുന്നു. അവർ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ പാസ്റ്റർമാരുടെ കാര്യത്തിൽ ഞാനത് അർത്ഥമാക്കുന്നില്ല. ഞാൻ ട്രസ്റ്റിമാരുടെയും ശുശ്രൂഷകരുടെയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരെയുമാണ് അർത്ഥമാക്കുന്നത്. പാസ്റ്റർ സഭയാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാകുകയും അങ്ങനെ അദ്ദേഹം അവസാനം വരെ നിൽക്കുകയും ചെയ്യുന്നു. Present board of trustees or deacons or Sunday school teachers or what more, if they ട്രസ്റ്റിമാരുടെയും ശുശ്രൂഷകരുടെയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരുടെയും ഇപ്പോഴുള്ള സമിതി തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ തുടർന്നുകൊള്ളട്ടെ. അവർ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് രാജിവെക്കേണ്ടതായിട്ടുണ്ട്. അവർക്കെതിരായി യാതൊന്നുമില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് അവർക്ക് തുടരാൻ കഴിയുന്നതാണ്. അങ്ങനെ അവർ തുടരുന്നില്ലെങ്കിൽ അവർക്കൊരു തെരഞ്ഞെടുപ്പുണ്ടായിട്ട് മറ്റാരെങ്കിലും ട്രസ്റ്റിമാരായിട്ടോ അല്ലെങ്കിൽ അതേതൊരു ശുശ്രൂഷയായാലും അതിലേക്ക് നിയോഗിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഒരു സമിതിയിൽ ജീവിതകാലം മുഴുവൻ സേവ ചെയ്യുന്നതിന് അതൊരു മനുഷ്യനെ ബന്ധിക്കുന്നില്ല. എന്നാൽ ദൈവം തന്നോട് കൂടെ ഉണ്ടായിട്ട് തന്നെ സഹായിക്കുന്നുവെന്ന് അവനോ അല്ലെങ്കിൽ അവൾക്കോ അല്ലെങ്കിൽ അതാരായിരുന്നാലും അങ്ങനെ അനുഭവപ്പെടുന്നിടത്തോളം അവർക്ക് അവരുടെ വേലയെ ചെയ്യാവുന്നതാണ്. അവർ ഞങ്ങളോടൊപ്പം സേവ ചെയ്യുന്നതിൽ ഞങ്ങൾ എല്ലാവരും എല്ലായ്പ്പോഴും സന്തോഷമുള്ളവരാണ്. എന്നാൽ ആ രീതിയിൽ ഇതൊരു വ്യക്തിക്ക് ഒരു വർഷത്തേക്ക് സേവ ചെയ്യുന്നതിനും അവർ അതെങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനും ഒരവസരം നൽകുന്നു. നമ്മുടെ ചില ട്രസ്റ്റിമാർ വർഷങ്ങളോളം തുടരുകയും അതുപോലെ ശുശ്രൂഷകരും ചെയ്തിട്ടുണ്ട്. അത് സമ്പൂർണമായും നന്നായ കാര്യമാണ്. എന്നാൽ ഇതിനൊരു ഉറച്ച സമയമില്ല. ഒരു ട്രസ്റ്റിയോ പാസ്റ്ററോ അല്ലെങ്കിൽ സമിതിയിലുള്ള ആരെങ്കിലും ഇനിയും സേവ ചെയ്യാൻ ആഗ്രഹിക്കാതെയോ അല്ലെങ്കിൽ വിട്ടുപോകുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ അവർ സഭയ്ക്ക് അറിയിപ്പ് കൊടുക്കേണ്ടിയിരിക്കുകയും അതിനാൽ അവരുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും എടുക്കാൻ കഴിയുന്നതുമാണ്. ഇന്ന് രാത്രിയിൽ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. സഹോദരൻ മോർഗൻ, സഹോദരൻ വില്യം മോർഗൻ ട്രസ്റ്റിയുടെ സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയും അവർക്ക് വേറൊരു ട്രസ്റ്റി ആവശ്യമുണ്ടായിട്ട് സഹോദരൻ സോത്മാനെ ഒരു ട്രസ്റ്റിയായി നിയോഗിക്കപ്പെടുകയും ഇന്ന് രാത്രിയിൽ സമിതി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഔദ്യോഗികമാകുന്നു. നമ്മുടെ സഭയിൽ ഇത് സഭയുടെ പരമാധികാരമാണ്. സഭ ട്രസ്റ്റിയെ എടുക്കുകയോ മാറ്റുകയോ ചെയ്യുന്നു. സഭ പാസ്റ്ററിനെ എടുക്കുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യുന്നു. അങ്ങനെ അതെന്തായിരുന്നാലും അതെല്ലാം സഭയാകുന്നു. അത് അപ്പോസ്തലരുടെ പോലെ തന്നെയാകുന്നു. വേദപുസ്തക കാലത്തും ഇപ്രകാരമാണ് അവർ ചെയ്തത്. ആ കാരണത്താൽ ഒരൊറ്റ വ്യക്തി പോലും സഭയിൽ പിന്നെ ഒരു അനുശാസകനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആകുന്നില്ല. നാം അത് ആഗ്രഹിക്കുന്നില്ല. എല്ലാ വ്യക്തികളും ഞാൻ സ്വയം തന്നെയും ഈ സഭയിലുള്ള മറ്റേതൊരു വ്യക്തിയെയും പോലെ ഒരു വോട്ട് മാത്രമുള്ളവനാകുന്നു. ഇത് ഞാൻ എന്താണോ പറയുന്നത് അതല്ല, എന്നാൽ സഭ എന്താണോ പറയുന്നത് അതാകുന്നു. നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഓ, അത് തിരുവെഴുത്ത് പ്രകാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ രീതിയിൽ തന്നെ അതായിരിക്കണം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ മുതൽ ഇതെനിക്ക് ഒരു മഹത്തായ ആഴ്ചയായിരിക്കും. അടുത്ത വർഷത്തേക്കുള്ള എല്ലാ ക്ഷണനങ്ങൾക്കായും എനിക്ക് തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് എന്റെ സകല ക്ഷണനങ്ങളെയും എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. ആ കാരണത്താൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥനയിലായിരിക്കുകയും കൂടാതെ എന്നെ വഴി നടത്തുന്നതിനും ഏത് രീതിയിൽ ഞാൻ പോകണമെന്നും എന്ത് ചെയ്യണമെന്നും എന്നെ കാണിക്കുന്നതിനായി നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോഴുള്ള ഒരു സമയത്ത് നാം ജീവിക്കുന്നില്ല.
ആ സമയത്ത് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ആത്മാവ് അവനെ നയിക്കുകയും ഒരു നഗരത്തിൽ അവൻ കുറച്ച് മണിക്കൂറുകളോളം ചെലവഴിക്കുകയും പിന്നെ വേറൊരു നഗരത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അത് വേറൊരു സമ്പ്രദായമാണ്. അതൊരു സജ്ജീകരിക്കപ്പെട്ട ശുശ്രൂഷകരുടെ കൂട്ടമായിട്ട് വളരെയധികം കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടതായിരിക്കുന്നു. ഞാനത് ചെയ്യുന്നത് എന്റെ ആഫ്രിക്കയിലേക്കുള്ള സകല ക്ഷണനത്തെയും, ഇന്ത്യയിലേക്കുള്ള ക്ഷണനത്തെയും, കാലിഫോർണിയയിലേക്കുള്ള ക്ഷണനത്തെയും, അതുപോലെ യൂട്ട, അങ്ങനെയുള്ള വ്യത്യസ്തമായ എല്ലാ ക്ഷണനത്തെയും കൊണ്ടുവന്ന് മാറ്റി മാറ്റി ഓരോ കൂട്ടമായി വെക്കുന്നു. അതങ്ങനെ തന്നെ ഞാൻ അവിടെ ഇട്ടേക്കും. അതിനുശേഷം നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് എന്റെ വണ്ടിയിൽ കയറി പോവുകയും ചെയ്യും. പിന്നെ പ്രാർത്ഥനയിലായിക്കൊണ്ട് തിരികെ വരും. ഒരു വിശേഷ സ്ഥലത്തേക്ക് പോകുന്നതിനായി എന്തോ എന്റെ ഹൃദയത്തിലേക്ക് വരും. അപ്പോൾ അത് വെറും ഒരു ധാരണയാണോ എന്ന് ഞാൻ നോക്കും. അതിനുശേഷം അതെന്നിൽ അത്രമാത്രം സ്വാധീനത ഉളവാക്കിയിട്ട് ഞാൻ ചെന്നിട്ട് ഈ കത്തുകളെ എടുക്കുകയും ആ കൂട്ടത്തിൽ നിന്നും ഈ വിശേഷതയുള്ള സ്ഥലത്തെ കത്തുകളെയും ക്ഷണനങ്ങളെയും എടുത്തുകൊണ്ടുവന്നിട്ട് അതെവിടെയാണെന്ന് നോക്കുകയും പിന്നെ അവിടെ നിന്ന് തുടങ്ങുകയും ചെയ്യുന്നു. ഞാനത് ചെയ്യുന്നതിന്റെ കാരണം ഇതാകുന്നു. വിമാനത്തിൽ 72 മണിക്കൂറുകളോളം യാത്ര ചെയ്യുന്നതൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും വിദേശ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുങ്കാറ്റിലും ഉയർന്നും താഴ്ന്നും അങ്ങനെയെല്ലാം ആകുന്നു. ചിലപ്പോൾ നിങ്ങൾ മേലെയും ചിലപ്പോൾ നിങ്ങൾ താഴെയും ചിലപ്പോൾ മേഘങ്ങളിൽ കൂടിയും അടിയും ഇളകിയും താഴേക്കും കുനിഞ്ഞും 3 ദിവസവും രാത്രിയും യാത്ര ചെയ്യേണ്ടതായി വരും. അതിനുശേഷം നിങ്ങൾ ഒരു രാജ്യത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നത് ശുശ്രൂഷകരുടെ കൂട്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവരിൽ ചിലർ വോട്ടിൽ വേർപെട്ടു പോയിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞുകൊണ്ട് സാത്താനെയാണ്. അപ്പോൾ ഒരുപക്ഷെ കർത്താവ് ഞാനിവിടെ വരാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാനിടയുണ്ട്. എന്നാൽ നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെടുമ്പോൾ നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുന്നതിന് തയ്യാറാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇവിടേക്ക് കാലെടുത്ത് വെക്കുന്നു. ഞാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇവിടേക്ക് വരികയും അവന്റെ പ്രവൃത്തികൾ പൂർത്തിയാകുന്നവരെ ഞാൻ ഇവിടെ താമസിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ പറയും. അങ്ങനെ നിങ്ങൾ ആ ശക്തികളെ കണ്ടുമുട്ടാൻ തയ്യാറാകുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ആഴ്ചയിൽ ദൈവത്തിന്റെ പ്രേരണയാൽ നയിക്കപ്പെടുന്നതിന് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് പെട്ടെന്നുള്ളതായ കുറച്ച് യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ മാസം 8, 9, 10 ഞാൻ ഫ്ലോറിഡയിലേക്ക് പോകുന്നതാണ്, അല്ലെങ്കിൽ ജോർജിയയിലെ ടിഫ്റ്റണിലേക്ക് പോകുന്നതാണ്. ഈ മാസത്തിന് പകരം ജനുവരി 8, 9, 10 ഞാൻ ടിഫ്റ്റൺ ജോർജിയയിലാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു. അതിനുശേഷം കെന്റക്കിയിലെ ഗ്ലാസ്ഗോയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ കെന്റക്കിയിലെ സോമർസെറ്റിലേക്കും പോകുന്നതാണ്. കൂടാതെ ഒരു രാത്രിയിൽ കെന്റക്കിയിലെ കാൻസ്വില്ലയിലായിരിക്കും. സഹോദരൻ റോജേഴ്സ് തന്റെ സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുന്നതിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത വട്ടം നമുക്ക് അദ്ദേഹത്തെ വിട്ടുകളയേണ്ടതായി തന്നെ വന്നിരുന്നു. ഇപ്പോൾ സഹോദരൻ റോജേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഞങ്ങൾ തമ്മിൽ കൂട്ടായ്മ നടത്തുകയും ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിക്കുകയും അദ്ദേഹം ശാരീരികമായി വളരെ മോശമായ അവസ്ഥയിലാണെന്ന് കണ്ടുപിടിക്കാനും ഇടയായി. അദ്ദേഹത്തിന്റെ കൈകളിൽ അത് വളരെ വലുതായി കാണപ്പെടുകയും അദ്ദേഹം മാനസികമായി തളർന്നു വരുന്നു. ആരോഗ്യം തീരെ മോശമായിരിക്കുന്നു. കൂടാതെ ഭാര്യയും തീരെ മോശമായ അവസ്ഥയിലാകുന്നു. അതുകൊണ്ട് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുക. അവർ ദൈവത്തിന്റെ നല്ല മക്കളാകുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഒരു രാത്രിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സഹോദരൻ റൂഡൽ ഇവിടെ മുകളിലായുള്ള 62 നമ്മുടെ ഒരു സഹോദരി സഭയാണ്. അദ്ദേഹം ഒരു ലജ്ജയോടുകൂടിയ വ്യക്തിയാണ്. എന്നാൽ മേലോട്ടൊട്ടും തന്നെ നോക്കാൻ കഴിയാതെ ആയിരിക്കുന്നു. അദ്ദേഹം ഇവിടെ ഭവനത്തിലേക്ക് വന്നിരുന്നു. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായി ജനങ്ങൾക്ക് തോന്നിയിരുന്നു. എന്നാൽ യഥാർത്ഥമായി കാണപ്പെട്ടിരുന്ന എന്തോ ഒരു കാര്യം ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു, സഹോദരൻ റൂഡൽ, നിങ്ങൾക്ക് കഴിയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആൾക്കൂട്ടത്തിന് മുമ്പേ ഇവിടെ എത്തുകയും എന്റെ ഹൃദയം എന്റെ തൊണ്ട വരെ എത്തിയിട്ട് എനിക്കൊരു വാക്കുപോലും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റിട്ട് അത് തിരികെ വിഴുങ്ങിയിട്ട് കർത്താവിന്റെ നാമത്തിൽ സംസാരിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന് ഇതുമാതിരി വലിപ്പമുള്ള ഒരു കൂടാരമുണ്ടായിരിക്കുകയും എന്തെങ്കിലും അവന് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിന്നുകൊള്ളുക. അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നും ഒരു വിളിയുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയും ഞാൻ അറിയുന്നു. അവർ വളരെ നല്ല ആളുകളാണ്. അത് കഴിഞ്ഞ് ന്യൂ ആൽബനിയിലുള്ള ജൂനിയുടെ അടുക്കലും ഒരു രാത്രിയിൽ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇത് ചെറിയ യോഗങ്ങളായിട്ട് എനിക്ക് ഒരു രാത്രി ഇവിടെയും ഒരു രാത്രി അവിടെയായും എടുക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ എല്ലാ പദ്ധതികളും തീരുമാനിക്കപ്പെട്ട സമയപ്രകാരം നടക്കുകയാണെങ്കിൽ ജനുവരി 25-ന് ക്രിസ്തീയ വാണിജ്യക്കാരുടെ അന്താരാഷ്ട്രീയ പൂർണ്ണ സുവിശേഷ കൺവെൻഷൻ സംബന്ധിക്കുന്നതിനായി മിയാമിയിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്നും ഹൈറ്റിയിലെ കിങ്സ്റ്റണിലേക്കും മെക്സിക്കോ വഴി സൗത്ത് അമേരിക്കയിലേക്കും പോകുന്നതാണ്. അവിടെ നിന്നും ആഫ്രിക്കയിലേക്കും ആഫ്രിക്കയിൽ നിന്നും സ്കാൻഡിനേവിയയിലേക്കും മറ്റുമായി പോകുന്നതാണ്. ഈ വർഷത്തിന്റെ അധിക സമയവും വിദേശങ്ങളിലുള്ള യോഗങ്ങൾക്കായി എടുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനാൽ ഞാൻ ശരിയായ തീരുമാനം എടുത്തിരിക്കണം.
ഇതെല്ലാം ദൈവ ഇഷ്ടമാണെങ്കിൽ മാത്രമാകുന്നു. അല്ലാത്ത പക്ഷം ഞാൻ എവിടെയും ഏത് സ്ഥലത്തും പോകാൻ തയ്യാറാണ്. അതെവിടെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ കാര്യമാക്കുന്നില്ല. എന്നാൽ അവൻ എന്നെ ഭൂമിയിലെ പൊടി കൊണ്ടുണ്ടാക്കി എന്നെ ഇട്ടിരിക്കുന്ന ഈ ശരീരത്തിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നിടത്തോളം ഞാൻ അവന്റെ അപ്രമേയ ധനത്തെ ഈ ശരീരത്തിൽ നിന്നും അവൻ എന്നെ എടുക്കുന്നത് വരെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ ദൈവകൃപയാൽ അത് മാത്രമാണ് എന്റെ തീരുമാനം. അവൻ തന്റെ കരങ്ങളെ എന്റെ മേൽ നിന്നും എടുക്കുകയാണെങ്കിൽ സാത്താൻ എന്നെ കൊന്നുകളയും. അതുകൊണ്ട് ദൈവം തന്റെ കരുണയുടെ കരങ്ങളെ എന്റെ മേൽ വെക്കുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ അവന്റെ നീതിക്കായി അപേക്ഷിക്കുന്നില്ല, ഞാൻ അവന്റെ കരുണയ്ക്കായിട്ടാണ് അപേക്ഷിക്കുന്നത്. അവന്റെ നീതി ഇല്ല, എനിക്കതിന് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അവന്റെ കരുണ മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഞാൻ യോഗ്യനല്ല, കൂടാതെ ആരും തന്നെ യോഗ്യതയുള്ളവരല്ല. അതുകൊണ്ട് നാം അവന്റെ നീതിയെ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് അവന്റെ കരുണ ആവശ്യമായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ തൊണ്ട സ്വല്പം പതറിയിരിക്കുന്നു. എന്നിരിക്കലും ഈ നല്ല ഒരു കൂട്ടം ക്രിസ്ത്യാനികളോട് സംസാരിക്കുന്നതിനുള്ള അവസരത്തെ എനിക്ക് നിഷേധിച്ചു കളയാൻ കഴിയില്ല. ഈ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ നാം എല്ലാവരും ഏക മനസ്സോടും ഏക ഹൃദയത്തോടും കൂടെ എല്ലാ കാര്യങ്ങളും മാധുര്യമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ സഭയോട് 2 മിനിറ്റ് നേരത്തേക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. സുവിശേഷത്തിൽ എന്റെ പ്രിയമേറിയവരും, എനിക്കൊരു കിരീടമുണ്ടെങ്കിൽ എന്റെ കിരീടത്തിലെ നക്ഷത്രങ്ങളും യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഇതുപോലെ തിരികെ വന്ന് ഞാനിത് ചെയ്തത്. സഹോദരൻ റോയ് റോബർട്ട്സണും സഹോദരൻ വുഡ്സും ഞാനും കൂടി പോയിരുന്ന ഒരു വേട്ടയുടെ യാത്രയിൽ ഞങ്ങൾ തിരികെ വന്ന് ഇത് കൊണ്ടുവരുന്നതിനായി ഞാൻ തീരുമാനിച്ചു. സഹോദരൻ റോയിയും ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ പാസ്റ്ററായ സഹോദരൻ നെവിലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം നമ്മുടെ മുമ്പിൽ എല്ലായ്പ്പോഴും സഭയെ നടത്തുകയും മറ്റെല്ലാ കാര്യങ്ങളെ ചെയ്യുകയും നാം അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നിരിക്കലും സഹോദരൻ നെവിൽ സഹപാസ്റ്ററായിരിക്കെ അത് സഹോദരൻ നെവിലിന് മുമ്പോട്ട് പ്രയത്നിക്കുന്നതിന് സ്വല്പം കഠിനമായി കാണപ്പെട്ടിരുന്നു. അതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അത് ഞാൻ തന്നെ ചെയ്യുന്നത് കർത്താവിന് ഇഷ്ടമായി കാണപ്പെടുന്നതായി തോന്നി. അതുകൊണ്ടിപ്പോൾ എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ ചെയ്യുന്നതിനായി അവൻ എന്നെ സഹായിക്കുന്നതിനായി ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. അത് ഞാൻ എന്റെ സ്വന്തമായ സമർപ്പണവും സഭയും അതുപോലെ ചെയ്തതിനു ശേഷമാകുന്നു. ഒരു ചെറിയ സമർപ്പണത്തിൽ തന്നെ ദൈവം നമ്മെ കഴിഞ്ഞ കുറച്ച് യോഗങ്ങളിൽ അനുഗ്രഹിച്ചുവെങ്കിൽ നാം അത് തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അത് എത്രമാത്രമായിരിക്കും. അതുകൊണ്ട് അത് നിലനിർത്തുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരിക്കുന്നു. ഇന്ന് രാവിലെയും ഈ ആഴ്ചയും നിങ്ങളുടെ കൈകൾ ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ഇടനാഴിയിലും മറ്റുമായി നിൽക്കുകയും സ്നേഹമേറിയ ആത്മാവ് നിങ്ങളുടെ മേൽ നീങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. സാത്താൻ പറയുന്നതായ യാതൊരു ദുഷിച്ച കാര്യങ്ങളും നിങ്ങൾ കേൾക്കരുത്. സാത്താൻ നിങ്ങളെ എന്തെങ്കിലും കാണിക്കുകയോ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം നിങ്ങൾ അത് വിശ്വസിക്കുന്ന ഉടനെ തന്നെ നിങ്ങളുടെ അനുഭവത്തെ നിങ്ങൾ ദുഷിപ്പിച്ചു കളയുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അംഗം എന്തെങ്കിലും ദുഷ്ടമായ കാര്യം ചെയ്യുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് മറ്റാരോടും പറയരുത്. എന്നാൽ നിങ്ങൾ ആ വ്യക്തിയുടെ അടുക്കലേക്ക് സ്നേഹത്തോടെ ചെന്ന് അവനെ ക്രിസ്തുവിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോക്കുക. നിങ്ങൾക്കത് കഴിയില്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് പറയുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളോടൊപ്പം വരികയോ ചെയ്യട്ടെ. അത് തിരുവെഴുത്ത് പ്രകാരം ചെയ്യുക. ആരെങ്കിലും ഇന്ന സഹോദരിയെക്കുറിച്ചോ ഇന്ന സഹോദരനെന്നോ പറയുമ്പോൾ നിങ്ങൾ ഒരു വാക്കുപോലും വിശ്വസിക്കരുത്. അതങ്ങനെ തന്നെ വിട്ടേക്കുക. കാരണം അത് സാത്താനാണ് നിങ്ങളെ തുണ്ടമായി വലിച്ചു കീറാൻ ശ്രമിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. അവന്റെ വരവ് നിങ്ങൾ നോക്കുക, കാരണം അവനത് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വീടിന്റെ നല്ലയുടനായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊള്ളുക. ഇങ്ങനെയുള്ള ഒരൊറ്റ കാര്യങ്ങളെ പോലും സ്വീകരിക്കരുത്. ഈ ജനങ്ങൾ നിങ്ങളോടൊപ്പം സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടായ്മ ചെയ്യുകയും തിരുവത്താഴമെടുക്കുകയും അവർ ദൈവമക്കളാണെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നാം വളരെ മാധുര്യവും ദയയും ക്ഷമയും സ്നേഹവും ഉള്ളവരായിരിക്കുക. മറ്റൊരു വ്യക്തി നിങ്ങൾക്കെതിരായി ദുഷ്ടത പറയുകയാണെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് നല്ലത് പറയുക. അപ്പോൾ എത്ര മാധുര്യം കൂടി പിന്നെ കടന്നു വരുന്നുവെന്ന് നോക്കുക. അത് ശരിയാണ്. എല്ലായ്പ്പോഴും തിന്മയ്ക്ക് പകരം നന്മയും വെറുപ്പിന് പകരം സ്നേഹവും തിരികെ കൊടുക്കുക. പിന്നിലായിരിക്കുന്ന ആ പെൺകുട്ടി ഇപ്പോൾ നല്ലതായി അനുഭവപ്പെടുന്നുണ്ടോ? അത് നന്നായിരിക്കുന്നു. അതിനായി ഞാൻ നന്ദിയുള്ളവനാകുന്നു. അതെ, അവർ പിന്നിലായ ഒരു കുരുക്കിൽ 2 വട്ടം അകപ്പെടുകയും കർത്താവ് യേശു അവളെ യോഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നാം അതിനുവേണ്ടി വളരെ നന്ദിയുള്ളവനാണ്. കുറച്ചുനേരം മുമ്പ് ഞാൻ പ്രസംഗപീഠം വിട്ടു പോയത് അതിനുവേണ്ടിയായിരുന്നു. അവർ പ്രാർത്ഥിക്കുകയും വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ കർത്താവിന്റെ അടുക്കൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു.
ഇപ്പോൾ അത് ചെയ്യുന്നത് തീർച്ചയാക്കുക. നിങ്ങൾ തന്നെ സ്വയം ദൈവത്തോട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, ദൈവമേ, നിന്റെ അനുഗ്രഹത്താൽ അത് തന്നെ ഞാൻ ചെയ്യും എന്ന് പറയുക. ആരെങ്കിലും ദുഷ്ടത പറഞ്ഞാൽ അത് കാര്യമാക്കാതെ നന്മ തിരികെ കൊടുക്കുക. ദുഷ്ടത ചിന്തിക്കരുത്. നിങ്ങൾ ദുഷ്ടത വിചാരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കാപട്യത്തോടുകൂടി അത് പറയുകയും നിങ്ങൾ തെറ്റുകാരനുമാകുന്നു. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് വാസ്തവമായി നന്നായി അനുഭവിച്ചറിയുന്നത് വരെ നിങ്ങളെ തന്നെ ദൈവത്തിന് കൂടുതലായി സമർപ്പിക്കുക. അപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മാധുര്യം നിങ്ങളുടെ പ്രാണനെ പൊതിയും. അപ്രകാരമാണ് വിജയിയായി ജീവിക്കുന്നത്. അങ്ങനെ നിങ്ങൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ യാതൊന്നും നിങ്ങളെ ദോഷം ചെയ്യുകയില്ല. നിങ്ങൾക്ക് ഭാഷാപരമുണ്ടെങ്കിൽ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. എന്നാൽ സ്നേഹമുണ്ടെങ്കിൽ അത് എന്നേക്കും നിലനിൽക്കുന്നു. കൂടാതെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, എന്നാൽ നിങ്ങളെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കണം. കാരണം നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ നിങ്ങളെ സ്നേഹിക്കാത്ത ആരെങ്കിലും സ്നേഹിക്കാൻ ശ്രമിക്കുക. അവിടെയാണ് നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് പരീക്ഷിച്ചറിയാൻ കഴിയുന്നത്. ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നിരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് മുറുകെ പിടിച്ച് നിന്നുകൊള്ളുക. കാരണം അത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു. ആമേൻ, അത് തന്നെ സത്യമെന്ന് ഞാൻ അറിയുന്നു. നാം ഇപ്പോൾ അവന്റെ വിലയേറിയ വചനത്തെ തുറക്കാൻ പോകുകയാണ്. അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും ഒരു ചെറിയ സന്ദേശത്തിന് വേണ്ടിയാണ്. സ്വല്പം തൊണ്ട ഇടറിയിരിക്കെ തന്നെയും ഇന്ന് ഉച്ചനേരം സഹോദരന്മാരോടും സഹോദരിമാരോടും കൂടെ എനിക്ക് അത്ഭുതകരമായ സമയമായിരുന്നു. 6 മണിയാകുന്നത് വരെ വിട്ടുപോരാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഞാൻ മുറിയിലേക്ക് ഓടുകയും കിടക്കമുറിയിൽ ചെന്ന് ഒരു വശത്തായി മുട്ടുകുത്തി കുറച്ചുനേരം പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ എഴുന്നേറ്റിട്ട് എന്റെ വേദപുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഒരു മാസിക അവിടെ കിടന്നിരുന്നത് ഞാൻ എടുത്തു നോക്കി. അത് ആഫ്രിക്കയിലെ ഭാഷയിൽ എഴുതിയിരുന്നതിനാൽ എനിക്കത് വായിക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ വായിക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങളിൽ പതിയുകയും ആ വചനം നിങ്ങൾക്ക് ജീവനുള്ളതാകുകയും ചെയ്യുന്നു. അപ്രകാരമാണ് ഒരു ശുശ്രൂഷകന് തന്റെ സന്ദേശത്തെ കിട്ടുന്നത്. വേദപുസ്തകത്തിൽ നിന്നും എന്തെങ്കിലും വായിക്കാൻ തുടങ്ങുക. ആദ്യത്തെ കാര്യം എന്താണെന്നാൽ നിങ്ങൾ എന്തോ ഒന്നിൽ പതിയുകയും പിന്നെ അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെടുകയും എന്തെങ്കിലും അതിനോട് വീണ്ടും ചേർക്കപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം അത് അടയാളപ്പെടുത്തുകയും പ്രസംഗപീഠത്തിലേക്ക് ചെന്നിട്ട് അത് വായിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെ ദൈവം ചെയ്തുകൊള്ളും. അവൻ ബാക്കി കാര്യങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. ചിലപ്പോൾ നിങ്ങൾ അത്രമാത്രം എടുത്തുകൊള്ളപ്പെട്ടിട്ട് നിങ്ങൾ ചെറിയ കാര്യങ്ങളെ, അതായത് നിങ്ങൾ വിചാരിക്കുന്നതായി ചെറിയ കാര്യങ്ങളുടെ കുറിപ്പുകൾ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ഒരു യോഗത്തിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വരേണ്ടതായി വരുമ്പോൾ ഈ ചെറിയ വിചാരങ്ങളെ വായിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് വീണ്ടും ജീവിപ്പിച്ചു തരികയും ചെയ്യുന്നു. പലപ്പോഴും അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എബ്രായർ 11-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് തുടങ്ങി കുറച്ച് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Now faith is the substance of things hoped for, the evidence of things not seen. For by it the elders വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാരണം എന്ന് പെരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അത് വളരെ സമ്പുഷ്ടമായതല്ലേ? ഞാൻ 3-ാമത്തെ വാക്യം വീണ്ടും വായിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. Through faith we understand that the worlds were framed by the word of God. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാരണം എന്ന് പെരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇത് ദൈവവചനമാകുന്നു. By faith Abel offered unto God a more excellent വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അത് 500 വർഷത്തെ ജീവിതമായിരുന്നു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. By faith Noah, being warned of God of things not seen as yet,
moved with fear, prepared an ark വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥിക്കുന്നതിനായി നമ്മുടെ തലകളെ വണങ്ങാം. Lord, our most gracious God and Father, we come now into thy presence again with thanksgiving. And not only are we കർത്താവേ, ഞങ്ങളുടെ ഏറ്റവും കൃപാലുവായ ദൈവവും പിതാവുമായവനെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും കൃതജ്ഞതയോടെ വരുന്നു. ഞങ്ങളുടെ തലകളെ പ്രാർത്ഥിക്കുന്നതിനായി നിന്റെ സന്നിധിയിൽ കുനിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലാണെന്ന് വിചാരിക്കുകയല്ല, എന്നാൽ ഞങ്ങൾ തുടർച്ചയായി അങ്ങയുടെ സന്നിധിയിലാകുന്നു. കാരണം യഹോവയുടെ കണ്ണുകൾ സർവ്വഭൂമിയിലും മൂടാടിച്ചെല്ലുന്നു. കൂടാതെ നീ എല്ലാ കാര്യങ്ങളെയും അറിയുകയും ഹൃദയത്തിലെ വിചാരങ്ങളെയും നീ അറിയുന്നു. ആ കാരണത്താൽ കർത്താവേ, ഞങ്ങളുടെ തലകളെ വണങ്ങിയിരിക്കുന്നതിന്റെ കാരണം നിനക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ അതിക്രമങ്ങളെയും ലംഘനങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കുന്നതിനായി ഈ നിവേദനത്തെ അപേക്ഷിക്കുന്നതിനും അങ്ങനെ നിന്റെ കരുണ ഒരു വട്ടം കൂടി ഞങ്ങൾക്കായി നീട്ടുകയും അതത്രയുമായിട്ട് നീ ഞങ്ങളുടെ അധരങ്ങളെ സംസാരിക്കുന്നതിനായും ഞങ്ങളുടെ കാതുകളെ കേൾക്കുന്നതിനായി തുറക്കുകയും അതിനാൽ നിന്റെ വചനം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് യാഥാർത്ഥ്യമുള്ളതുമാക്കി തീർക്കണമേ. That these few verses that we have chosen to read might become a great help to every member of thy അങ്ങനെ ഇപ്പോൾ വായിക്കുന്നതിനായി തെരഞ്ഞെടുത്ത ഈ കുറച്ച് വാക്യങ്ങൾ ഈ ഭൂമിയിലുള്ള നിന്റെ അജ്ഞേയമായ ദേഹത്തിന്, നിന്റെ ആത്മീയ സഭയ്ക്ക്, ആദ്യജാതയായ സഭയ്ക്ക് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതും വെടിപ്പാക്കിയതും ശുദ്ധീകരിക്കപ്പെട്ടതും അന്നാളിൽ യാതൊരു കറയും ചുളുക്കവുമില്ലാതെ ദൈവത്തിന് സമ്മാനിക്കപ്പെടുന്ന ഈ സഭയിലെ ഓരോ അംഗത്തിനും വലിയ സഹായമാകുവാനിടയാക്കണമേ. നമ്മുടെ കർത്താവായ യേശുവിന്റെ നീതിയിലും കരുണയിലും കൂടി ദൈവത്തിന്റെ ഈ നന്മയിൽ ഞങ്ങൾ പങ്കാളികളാണെന്ന് വിശ്വസിച്ചറിയുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് എത്രമാത്രം നന്ദി പറയുന്നു. നീ സകല രോഗങ്ങളെയും സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുറച്ചുനേരം മുമ്പ് വേദനയാൽ കഷ്ടപ്പെട്ട ആ മുറിയിൽ കിടന്നിരുന്ന പെൺകുട്ടിയെ നീ തൊട്ടതിനും ഒരു പൈതലിനെ പോലെയുള്ള വിശ്വാസത്താൽ നിന്നെയും നിന്റെ കരുണയും സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടി നടന്നു പുറത്തേക്ക് പോകുന്നത് കണ്ടതിനായും നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇതിനായി നിനക്ക് നന്ദി പറയുകയും കൂടാതെ കെന്റിക്കീലുള്ള സഹോദരി ബേക്കേഴ്സിന്റെ കൊച്ചുകുട്ടിയെയും കൂടാതെ സഹോദരൻ നെവിൽ പറഞ്ഞിരുന്നവർക്ക് വേണ്ടിയും ഓ ദൈവമേ, എല്ലായിടത്തുമുള്ള എണ്ണമില്ലാത്ത രോഗികളുടെ കൂട്ടത്തെയും നീ ഓർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചും കർത്താവേ, രക്ഷപ്പെടാത്തവരും നിന്നെ അറിയാത്തവരുമാകുന്നു. അവർ അവരുടെ പാപങ്ങളിൽ മരിക്കുകയാണെങ്കിൽ നീ എവിടെയാണോ അവിടെ അവർക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ലല്ലോ. നീ ഞങ്ങൾക്ക് സാക്ഷ്യവും ശക്തിയും വചനം സംസാരിക്കുന്നതിനുള്ള കഴിവും എപ്പോഴാണത് സംസാരിക്കേണ്ടതെന്ന് അറിയുന്നതിനുള്ള ജ്ഞാനവും നൽകണമേ. അതിനുശേഷം ഞങ്ങളോട് സംസാരിക്കുകയും ജനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും അവന്റെ പ്രവർത്തനത്തിലും അതിശയപ്പെടുകയും അത്ഭുതപ്പെടുകയും ചെയ്തുകൊണ്ട് അങ്ങനെ പോകാനിടയാക്കണമേ. കർത്താവേ, ഇത് അനുവദിച്ചു തരണമേ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. I would like to speak just for a short time upon the subject of senses. We are taught that the natural man ഞാൻ കുറച്ചു നേരത്തേക്ക് ഇന്ദ്രിയങ്ങളുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവിക മനുഷ്യന് 5 ഇന്ദ്രിയങ്ങൾ ഉള്ളതായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ 5 ഇന്ദ്രിയങ്ങൾ അവനെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ തന്റെ ഭൗമിക വാസസ്ഥലവുമായി സംബന്ധപ്പെടുന്നതിന് ദൈവം അവന് 5 ഇന്ദ്രിയങ്ങൾ നൽകിയിരിക്കുന്നു. ആ ഇന്ദ്രിയങ്ങൾ കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഈ 5 ഇന്ദ്രിയങ്ങൾ ഒരു സ്വാഭാവിക മനുഷ്യന് അറിയപ്പെട്ടതായിരിക്കുകയും അത് നല്ലതുമായ കാര്യമാകുന്നു. ഈ ഇന്ദ്രിയങ്ങളിൽ ഒന്ന് അതിന്റെ പ്രവൃത്തിയെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയാൽ നമുക്ക് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതം നയിക്കാനോ കഴിയുന്നില്ല. നിങ്ങളുടെ കാഴ്ചയോ കേൾവിയോ അറിവോ മണമോ അല്ലെങ്കിൽ രുചിയോ കൂടാതെ നമുക്കൊരു സാധാരണപ്പെട്ട വ്യക്തിയായിരിക്കാൻ കഴിയുന്നില്ല.
അവിടെ എന്തോ കാണാതെയാകുകയും ഈ ഇന്ദ്രിയത്തെ കൂടാതെ ജീവന്റെ ഏതെങ്കിലും ഒരു ഭാഗവുമായിട്ട് സംബന്ധപ്പെടാൻ കഴിയാതെ വരുന്നു. അവ നല്ലതും നമുക്ക് ഉപയോഗപ്രദവുമാകുന്നു, കൂടാതെ അവ നമുക്ക് ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്നു. God gave those senses, but they're given to you as a gift. And it depends on ദൈവം നമുക്ക് ഇന്ദ്രിയങ്ങളെ തന്നിരിക്കുന്നു, എന്നാൽ അതൊരു ദാനമായി നമുക്ക് നൽകിയിരിക്കുന്നു. അത് നിങ്ങൾ ഈ ഇന്ദ്രിയങ്ങളെ എന്തിനു വേണ്ടി കീഴടക്കുന്നുവോ ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കപ്പെട്ടിരിക്കും. അത് ഈ 5 ഇന്ദ്രിയങ്ങളെ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കും. നിങ്ങൾ എന്ത് കാണുന്നുവോ, എന്ത് കേൾക്കുന്നുവോ, എന്ത് രുചിക്കുന്നുവോ, മണക്കുന്നുവോ, അല്ലെങ്കിൽ സ്പർശിക്കുന്നുവോ, അങ്ങനെ ഈ ഇന്ദ്രിയങ്ങൾ എന്തിനു വേണ്ടി കീഴടങ്ങിയിരിക്കുന്നുവോ അത് നിങ്ങളുടെ മേൽ അധികാരം നടത്തുന്നതാണ്. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ ഉള്ളതിൽ നാം ദൈവത്തോട് നന്ദിയുള്ളവരാണ്. എന്നാൽ ഈ 5 ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ നയിക്കുന്നതിനായി അർത്ഥം വെച്ചുകൊണ്ടല്ല, അത് ഈ ഭൗമിക സംബന്ധത്തിനായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ 6ാമത്തെ ഒരു ഇന്ദ്രിയം കൂടി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. 6ാമത്തെ ഇന്ദ്രിയം അതൊരു ക്രിസ്ത്യാനിക്ക് മാത്രം അവകാശപ്പെട്ടതാകുന്നു. കൂടാതെ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകാതെ നിങ്ങൾക്ക് ഈ 6ാമത്തെ ഇന്ദ്രിയം കിട്ടുകയില്ല. സ്വാഭാവികമായ ഒരു മനുഷ്യനുള്ള സ്വാഭാവികമായ 5 ഇന്ദ്രിയങ്ങളിലും കൂടുതലായി എന്തെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും അവന് പ്രാപിക്കാൻ കഴിയുന്ന ഒരേ ഒരു വഴി അത് മാത്രമാണ്. Better known to the Christian as faith. It's the one that governs and guides. എന്നാൽ 6ാമത്തെ ഇന്ദ്രിയം ഒരു ക്രിസ്ത്യാനിക്ക് അറിയപ്പെടുന്നത് വിശ്വാസം എന്ന മാതിരിയാണ്. അതൊന്നു മാത്രമാണ് നിങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. അത് മറ്റെല്ലാ ഇന്ദ്രിയങ്ങളിലും വെച്ച് ഉയർന്നതാണ്. അത് മറ്റുള്ള 5 ഇന്ദ്രിയങ്ങളെക്കാളും ഉയർന്നതാണ്. നാം 6ാമത്തെ ഇന്ദ്രിയത്തെ സ്വീകരിക്കുന്നത് കൊണ്ട് മറ്റുള്ള 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇനിയും യാതൊരു ഗുണവുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതെ, അതുകൊണ്ട് ഗുണമുണ്ടാകുന്നു. ഈ 5 ഇന്ദ്രിയങ്ങൾ ദൈവത്താൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുകയും അത് ഉപയോഗിക്കപ്പെടേണ്ടതുമാകുന്നു. എന്നാൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ പിന്നെ അത് കള്ളം പറയുകയാണ്. ഇപ്പോൾ 6ാമത്തെ ഇന്ദ്രിയത്തിന് കള്ളം പറയാൻ കഴിയില്ല. ഇത് ഒരു ഉത്തമ ഇന്ദ്രിയമാകുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഉത്തമ അടയാളത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് രാത്രിയിൽ ഒരു ഉത്തമ ബോധത്തെക്കുറിച്ചാകുന്നു. ഒരു ഉത്തമ ബോധം എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ വിശ്വാസമായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ 6ാമത്തെ ഇന്ദ്രിയത്തിന് കീഴടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് അതിനെ ഉത്തമ ബോധത്തിന്റെ നിയന്ത്രണത്തിനടിയിൽ കൊണ്ടുവരുന്നതാണ്. കാരണം ആത്മീയ മനുഷ്യൻ സ്വാഭാവിക മനുഷ്യന് മേലെയായിരിക്കുന്നത് പോലെ ഇത് സ്വാഭാവികമായ ഇന്ദ്രിയങ്ങൾക്കും വളരെ ഉയരെയാകുന്നു. ഇത് സ്വാഭാവിക മനുഷ്യനും അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും മേലെ സ്വർഗം എത്ര ഉയരത്തിലാകുന്നുവോ അത്രയും ഉയരത്തിലാകുന്നു. അത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ വിശ്വസിക്കാൻ ഇടയാക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു. സാത്താന് ഈ 5 ഇന്ദ്രിയങ്ങളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങളോട് കള്ളം പറയാൻ കഴിയും. എന്നാൽ അവന് ഉത്തമ ബോധത്തെ തൊടാൻ പോലും കഴിയുകയില്ല. അതവന് കയ്യെത്താവുന്നതിലും ദൂരത്താകുന്നു. അത് ദൈവത്തിൽ നിന്ന് വരുന്നു. അതിനെ വിശ്വാസമെന്ന് വിളിക്കുന്നു. ആ മഹത്തായ കാര്യം വിശ്വാസമാകുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ 6ാമത്തെ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നില്ല. എന്നാൽ 6ാമത്തെ ഇന്ദ്രിയം പഞ്ചേന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നു. ഉത്തമ ഇന്ദ്രിയം സ്വാഭാവിക ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നു.
പഞ്ചേന്ദ്രിയങ്ങൾ കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക എന്നിവയാകുന്നു. എന്നാൽ ഉത്തമ ഇന്ദ്രിയം എന്നത് നിങ്ങളെ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിപ്പാൻ ഇടയാക്കുന്ന എന്തോ ഒന്നാണ്. കാരണം അതൊന്നു മാത്രമാണ് അത് സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാനോ രുചിക്കാനോ സ്പർശിക്കാനോ മണക്കാനോ കേൾക്കാനോ കഴിയാത്ത കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ഇടയാക്കുന്നു. കാരണം അത് ദൈവവചനത്തെ എടുക്കുന്നു. അത് വചനത്തെ നിങ്ങൾക്ക് തരികയും ദൈവത്തിന്റെ വചനത്തെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വിപരീതമായ വിശ്വാസത്താൽ നടക്കാനിടയാക്കുന്നു. വിശ്വാസം അത് ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളെ നൽകുന്നതിൽ കൂടെ സ്വാഭാവിക മനുഷ്യൻ ഈ ഇന്ദ്രിയങ്ങളാൽ ജനിച്ചിരിക്കുകയും അത് സ്വാഭാവികമായി നൽകപ്പെട്ട ഇന്ദ്രിയവുമാകുന്നു. തന്റെ വിവേകപരമായ ചിന്തയിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവൻ അറിയുമെങ്കിൽ വാസ്തവമായും ആ ഒരു കാര്യം മാത്രമാണ്. അവനൊരു മനുഷ്യനെ പോലെ മാത്രം ചിന്തിക്കാൻ കഴിയുന്നു, മനുഷ്യനെ പോലെ മാത്രം കാണാൻ കഴിയുന്നു, മനുഷ്യനെ പോലെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നു, മനുഷ്യനെ പോലെ കേൾക്കാൻ കഴിയുന്നു. എന്നാൽ അവൻ നയിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പുനർജനിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നാം അതിനെക്കുറിച്ച് പറയുന്നതായ പുതുതായി ജനിക്കപ്പെടുമ്പോൾ, പിന്നെ ആറാമത്തെ ഇന്ദ്രിയമായ ഉത്തമ ഇന്ദ്രിയം അവന്റെ നിയന്ത്രണത്തെ എടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ ആ ഉത്തമ ബോധം നിങ്ങളെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തതായ കാര്യത്തിൽ വിശ്വസിക്കുന്നതിനുള്ള സ്ഥാനത്തെത്തിക്കുകയും അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളെ വിശ്വസിക്കുന്നതിനുള്ള സ്ഥാനത്തെത്തിക്കുന്നു. എങ്ങനെയായാലും അവനത് വിശ്വസിക്കുന്നു. കാരണം ഉത്തമ ബോധമായ ആറാമത്തെ ഇന്ദ്രിയത്താൽ അവൻ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഓ, അതിനെക്കുറിച്ച് അറിയുന്നത് എത്ര അത്ഭുതകരവും അത് വിശ്വസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എത്ര സാധാരണവുമാകുന്നു. നിങ്ങൾ പുനർജനിക്കപ്പെടാതെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. നാം കഴിഞ്ഞ ആഴ്ചയിൽ ആ വിഷയത്തിൽ കൂടി കടന്നിരുന്നു. അതത്രമാത്രം ഇടർച്ചക്കല്ലായിട്ട്, വിശേഷിച്ചും പെന്തിക്കോസ്തുകാരായ വിശ്വാസികളായ ജനങ്ങൾ ഞാനിത് പറഞ്ഞു കേൾക്കുമ്പോൾ ഇടർച്ചയാകുന്നു. വിശുദ്ധ യോഹന്നാൻ 5:24 യേശു പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ ദൈവത്തിൽ നിന്ന് മാത്രമായി വരുന്നു. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. നിങ്ങൾ മറ്റാരോ പറഞ്ഞതിനെ എടുത്തു പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വിവേകത്താൽ പഠിച്ചതോ നിങ്ങളുടെ സ്വാഭാവിക ഇന്ദ്രിയത്താൽ അറിഞ്ഞതോ മാത്രമാണ്. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയം വരുമ്പോൾ അത് പരിശുദ്ധാത്മാവാകുന്നു. അത് പഞ്ചേന്ദ്രിയങ്ങളുടെ സകല വിവാദങ്ങളെയും എടുത്തു കളയുന്നു. എന്നിട്ട് നിങ്ങളെ ആറാമത്തെ ഇന്ദ്രിയത്തിലേക്ക് ഉയർത്തുകയും നിങ്ങൾക്ക് കാണുവാനും രുചിക്കുവാനും സ്പർശിക്കുവാനും മണക്കാനും കേൾക്കാനും കഴിയാത്ത കാര്യങ്ങളെ വിശ്വസിക്കാനിടയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് എന്തോ ഒരു കാര്യം നിങ്ങളിൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ കഴിയും. കാരണം നിങ്ങൾ അതിന് സാക്ഷിയായിരിക്കുന്നു. അത് ബുദ്ധിപരമായ കാര്യം പഠിപ്പിച്ചതല്ല, എന്നാൽ നിങ്ങൾ അനുഭവിച്ചറിയുന്നതാകുന്നു. സഹോദരൻ ബ്രഹാം, ഈ ആറാമത്തെ ഇന്ദ്രിയം എന്താണ് പിന്നെ ചെയ്യുന്നത്? എന്തിനാണ് ആറാമത്തെ ഇന്ദ്രിയം വന്നിരിക്കുന്നത്? ആറാമത്തെ ഇന്ദ്രിയം വന്നിരിക്കുന്നതിന്റെ കാരണം ഇതാകുന്നു. ആറാമത്തെ ഇന്ദ്രിയം വിശ്വാസമാകുന്നു. അത് ഉത്തമ ബോധമാകുന്നു. ആറാമത്തെ ഇന്ദ്രിയം വന്നതിന്റെ കാരണം എന്താണെന്നാൽ ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായ എന്തിനേയും നിങ്ങളുടെ പഞ്ചേന്ദ്രിയത്താൽ നിഷേധിക്കുന്നതിന് മാത്രമാണ്. അതിനുവേണ്ടിയാണ് ആറാമത്തെ ഇന്ദ്രിയം വന്നിരിക്കുന്നത്. എല്ലാ ന്യായവാദത്തെയും ഇടിച്ചു കളയുന്നതിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തിന് ചെയ്യണം, എന്തിനിത് ചെയ്തിരിക്കണം എന്നെല്ലാം ന്യായവാദം നടത്താൻ കഴിയും. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയം അത് കാണുന്നതേയില്ല. അതിൽ നിന്നും അത്രമാത്രം ദൂരെയാകുന്നു. അതിൽ നിന്നും അത്രമാത്രം ഉയരത്തിലായിട്ട് ഇതുമായി യാതൊരു ന്യായവാദവും അതിനില്ല. ഞങ്ങളിത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിനും അപ്പുറത്താകുന്നു. ഇപ്പോൾ ഒരു രോഗശാന്തിയുടെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിക്കൊള്ളുക. ഞങ്ങളിത് വിശ്വസിക്കുന്നു. നിങ്ങൾ ആറാമത്തെ ഇന്ദ്രിയത്താൽ നടക്കുന്നു. നിങ്ങൾ ആറാമത്തെ ഇന്ദ്രിയത്താൽ സംസാരിക്കുന്നു. നിങ്ങൾ ആറാമത്തെ ഇന്ദ്രിയത്താൽ ജീവിക്കുന്നു. നിങ്ങൾ ആറാമത്തെ ഇന്ദ്രിയത്താൽ മരിക്കുകയും ആറാമത്തെ ഇന്ദ്രിയത്താൽ ഉയർക്കുകയും ചെയ്യുന്നു.
ആ ഉത്തമ ഇന്ദ്രിയം നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്നാകുന്നു. അതൊരു സ്വാഭാവിക മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായതാകുന്നു. സ്വാഭാവിക മനുഷ്യന്റെ പക്കൽ ഇത് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. അവരെ ആറാമത്തെ ഇന്ദ്രിയത്തിന്റെ കീഴടങ്ങളിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് കൊള്ളാം. സ്വാഭാവിക മനുഷ്യൻ ദൈവത്തിന്റെ വചനം വായിച്ചിട്ട് പറയുകയാണ്, അത് ദൈവത്തിന്റെ വചനമാകുന്നു, അത് സത്യമാണ് പറയുന്നത്. എന്നാൽ അത് വായിച്ചിട്ട് പിന്നെ പറയുകയാണ്, അത് മുഴുവനായും ദൈവവചനമല്ല, അല്ലെങ്കിൽ ഇതെന്തോ ഒന്നായിരുന്നു, ഒരിക്കൽ അതായിരുന്നു, എന്നാൽ ഇപ്പോൾ അതല്ല. അപ്പോൾ ആറാമത്തെ ഇന്ദ്രിയം വന്നിട്ട് പറയും, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നോക്കുക, അതാണ് വ്യത്യാസം. ആ കാരണത്താലാണ് വളരെയധികം ജനങ്ങൾ രോഗശാന്തി പ്രാപിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നത്. അവർ വിവേകപരമായ ധാരണയോടെ വരാൻ ശ്രമിക്കുന്നു. ഓ, ഞാനിത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനിത് വിശ്വസിക്കുന്നു എന്നും മറ്റും അവർ പറയും. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയം അത് പറയുകയാണെങ്കിൽ അതിൽ നിന്നും യാതൊന്നിനും അവരെ ഇളക്കി മാറ്റാൻ കഴിയില്ല. Come upon the human being to make them deny anything that's contrary to the ആറാമത്തെ ഇന്ദ്രിയം മനുഷ്യജീവിയുടെ മേൽ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായിട്ടുള്ള എന്തിനേയും നിഷേധിച്ചു കളയുന്നതിനാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വിപരീതമായ ഏത് ലോകരക്ഷണങ്ങളെയും, അത് പുതുതായി ജനിച്ച ക്രിസ്ത്യാനിയാണെങ്കിൽ ആറാമത്തെ ഇന്ദ്രിയം അതവിടെ ഇല്ലെന്ന് പറയുന്നു. ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും അവിശ്വാസിയായ ഒരു നാസ്തികൻ ഒരു ക്രിസ്ത്യാനിയുടെ അടുക്കൽ ചെന്നിട്ട് പറയും, നോക്കൂ, പരിശുദ്ധാത്മാവെന്നൊരു കാര്യമേ ഇല്ല, നിങ്ങൾക്കതിൽ തെറ്റുപറ്റിയിരിക്കുന്നു. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് സ്ഥിരതയില്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അപ്പോൾ ആറാമത്തെ ഇന്ദ്രിയം നേരെ അതിന്റെ പ്രവൃത്തിക്കായി പ്രവകുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് വേദപുസ്തകത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. നോക്കൂ, ശിഷ്യന്മാർക്ക് എവിടെയാണ് കിട്ടിയതെന്ന് എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയും. കൊള്ളാം, നിങ്ങൾ പറയും, നോക്കുക, ആറാമത്തെ ഇന്ദ്രിയം ഈ കാര്യത്തെ ചൂണ്ടിക്കൊണ്ട് പറയും, എന്നാൽ അവൻ പറഞ്ഞു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമാകുന്നുവല്ലോ. കൊള്ളാം, അത് അവരുടെ മക്കൾക്ക് എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല അർത്ഥമാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയം അത് ശരിക്കറിയുന്നു. എന്തുകൊണ്ടാണ്? കാരണം അത് നിങ്ങളിലായിരിക്കുന്നു. അവർ അത് പറയുമ്പോഴേക്കും വളരെ താമസിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളത് നേരത്തെ സ്വീകരിച്ചുമിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്നൊരു കാര്യമില്ല എന്ന് പറയുന്ന ജനങ്ങൾ അവർ എന്താണ് സംസാരിക്കുന്നത് തന്നെ അറിയുന്നില്ല. അതൊരു വട്ടം ആപ്പിൾ ചെത്തിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ പറഞ്ഞതുപോലെയാണ്. ഒരു യോഗത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്തിക്കൊണ്ട് ഒരു നാസ്തികൻ അവനെ ചോദ്യം ചെയ്യുകയായിരുന്നു. നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? നിങ്ങൾക്ക് ആ യോഗത്തിൽ നിന്നും എന്താണ് കിട്ടിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഇദ്ദേഹം ആപ്പിൾ തിന്നാനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു എന്നതിന് ഉത്തരമായി പറഞ്ഞു. അതൊരു സാധാരണ തരത്തിൽപ്പെട്ട കാഴ്ചയ്ക്ക് യാതൊരു ചുമതലയും ഇല്ലാത്തവനെ പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അവന്റെ മുഖത്തേക്ക് മുടി തൂങ്ങിക്കിടക്കുകയും മുമ്പിൽ ഒരു പല്ല് മുമ്പോട്ട് തള്ളിയും ഒരു പഴയ വൃത്തികെട്ട കുപ്പായം ധരിച്ചിരുന്നു. അവൻ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം എന്നൊരു കാര്യമേ ഇല്ലെന്നും ഇതെല്ലാം വെറും വികാരാവേശമാണെന്നും ഇത് അസംബന്ധമല്ലാതെ മറ്റാതൊന്നും ഇതിലില്ല എന്നും ഈ നാസ്തികൻ ഇപ്പോൾ പറഞ്ഞിരുന്നു. ഈ പയ്യൻ പറഞ്ഞു, ശ്രീമാൻ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഞാൻ തിന്നുന്ന ഈ ആപ്പിളുകൾ മധുരമേറിയതാണോ അതോ പുളിയുള്ളതാണോ? അതിനുത്തരമായി അയാൾ, എനിക്കതെങ്ങനെ അറിയാം, ഞാനത് തിന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ നേരെ തിരിഞ്ഞടന്നുപോയി. കർത്താവിനെ നിങ്ങൾ രുചിച്ചറിയാതെ എങ്ങനെ നിങ്ങൾ അറിയും? പരിശുദ്ധാത്മാവ് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ എങ്ങനെ അറിയും? അത് വിശ്വാസമാണോ ശക്തിയാണോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങളതൊരിക്കലും രുചിക്കാതിരിക്കുന്നിടത്തോളം അത് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? ആറാമത്തെ ഇന്ദ്രിയം നിങ്ങളെ അതിലേക്ക് നയിക്കുന്നു. ആറാമത്തെ ഇന്ദ്രിയം നിങ്ങളോടത് പ്രഖ്യാപിക്കുന്നു. യാതൊരു ബുദ്ധിശക്തിക്കും അത് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ കഴിയുന്നതല്ല. ബുദ്ധിശക്തിക്ക് ഇത് മനഃശാസ്ത്രമാണെന്നും ഇതെന്തോ ഇങ്ങനെയാണെന്നും ഇത് ജനങ്ങളിൽ ഒരു വികാരാവേശമാണെന്നും മറ്റും അതിനെപ്പറ്റി വാദിച്ചുകൊണ്ട് പറയാൻ കഴിയും. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയം വരുമ്പോൾ അത് ഈ വകയുള്ള സകല കാര്യങ്ങളെയും നിഷേധിച്ചിട്ട് ഒരു വ്യക്തിയെ ദൈവത്തിന്റെ മാർവിടത്തിലേക്ക് നേരെ കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ ഇസ്ഹാക്ക്, വിശ്വാസത്താൽ യാക്കോബ്, അങ്ങനെ എല്ലാം വിശ്വാസത്താലാകുന്നു. അത് ആറാമത്തെ ഇന്ദ്രിയമാണ് ഇത് ചെയ്യുന്നത്. ആറാമത്തെ ഇന്ദ്രിയം സകല ലക്ഷണങ്ങളെയും സകല രോഗലക്ഷണങ്ങളെയും ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായിട്ടുള്ള ഏതൊരു അനുഭവത്തെയും വികാരത്തെയും നിഷേധിച്ചു കളയുന്നു. ആരെങ്കിലും പറയും, ഓ, എനിക്ക് വേണ്ടി പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്നു, എന്നാൽ എനിക്കൊട്ടും നല്ലതായി അനുഭവപ്പെടുന്നില്ല. ആറാമത്തെ ഇന്ദ്രിയം
ഒരിക്കലും അതിനുവേണ്ടി ഇപ്രകാരം നിൽക്കുകയില്ല. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയം പറയും, അത് കള്ളമാണ്, എനിക്ക് നല്ലതായി അനുഭവപ്പെടുന്നു, ഞാൻ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു, അതതിനെ ഉറപ്പിച്ചിരിക്കുന്നു, ആമേൻ, ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്നത് പറയും. ആറാമത്തെ ഇന്ദ്രിയം ദൈവത്തിന്റെ വചനത്തിൽ മാത്രം പോഷിക്കപ്പെടുന്നു. ഈ ഉത്തമ ഇന്ദ്രിയം അത് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾക്ക് മേലെയാകുന്നു. ഇതൊരു മഹത്തായ ഇന്ദ്രിയമാകുന്നു. ഇത് വിശ്വാസമാകുന്നു. ഇത് ഉത്തേജിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ശക്തിയാകുന്നു. ആമേൻ. അത് നിങ്ങൾക്ക് ചെയ്യുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളെ ചെയ്യിക്കുന്ന എന്തോ ഒന്നാകുന്നു. ഇത് ആറാമത്തെ ഇന്ദ്രിയമായ ഉത്തമബോധമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട്, നിങ്ങളുടെ കൈ ദുർബലമായിട്ട് നിങ്ങൾ ഇവിടേക്ക് വരികയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കപ്പെടുകയും ദൈവം നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുന്നുവെന്ന് വിചാരിക്കുക. പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ തിരികെ പോവുകയും ചെയ്യുന്നു. ആ പഴയ സ്വാഭാവിക മനുഷ്യൻ വന്നിട്ട് നിനക്ക് കയ്യിൽ യാതൊരു മാറ്റവും അനുഭവപ്പെടുന്നില്ല, നീ ആയിരുന്നതിൽ നിന്നും ഒട്ടും മാറ്റം നിനക്കുണ്ടായിട്ടില്ല എന്ന് പറയും. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയമുണ്ടെങ്കിൽ അത് വന്നിട്ട് പറയും, അത് കള്ളമാണ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നു, അതെല്ലാം ശരിയാക്കിയിരിക്കുന്നു. ആമേൻ. അതൊരിക്കൽ നമ്മുടെ യോഗത്തിൽ വന്ന ഒരു സ്ത്രീയെ മാതിരിയാണ്. അവർ രണ്ടുപേർ നമ്മുടെ യോഗത്തിൽ സംബന്ധിക്കുന്നതിനായി വന്നിരുന്നു. അവർ പ്രസംഗപീഠത്തിൽ കൂടി കടന്നുപോകുകയും വിവേചനത്തെ കാണുകയും ചെയ്തിരുന്നു. ഈ സ്ത്രീകൾ അതത്രമാത്രം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും വാസ്തവമായും നല്ല രണ്ട് ക്രിസ്ത്യാനികളായിരുന്നു. അവരിൽ ഒരാൾ വന്നപ്പോൾ ആത്മാവ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വയറ്റുവേദനയാൽ കഷ്ടപ്പെടുന്നു. അവരുടെ മുഖം ഏറ്റവും തെളിഞ്ഞു. അവർ അത് സത്യമാണെന്ന് പറഞ്ഞു. അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി അവരോട് പറഞ്ഞു, ഇത് കുടലിൽ കുരുക്കളാണ്, അതൊരു സങ്കോചാവസ്ഥയുടെ കാരണത്താൽ ഉണ്ടായിരിക്കുന്നു. നിങ്ങളൊരു ഡോക്ടറിനാൽ പരിശോധിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു ശസ്ത്രക്രിയയിൽ കൂടി അത് മുറിച്ചു കളയേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും സത്യമാണെന്ന് അപ്പോൾ അവൾ പറഞ്ഞു. അതിനുശേഷം അവൾ ഒരു നല്ല വിശ്വാസിയാണെന്ന് കണ്ടപ്പോൾ, അത് നിങ്ങളുടെ പേര് ഇന്നതാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നും അവളോട് പറഞ്ഞു. അത് ഇന്നതാണെന്നും പറഞ്ഞു. അതും സത്യമാണെന്ന് അവൾ പറഞ്ഞു. എന്തായിരുന്നു അത്? ആറാമത്തെ ഇന്ദ്രിയം അത് പിടിച്ചെടുക്കുകയായിരുന്നു. ആറാമത്തെ ഇന്ദ്രിയവും പരിശുദ്ധാത്മാവും അടുത്തടുത്തായി നിന്നിരുന്നു. പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും ആറാമത്തെ ഇന്ദ്രിയം ആമേൻ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം. യേശുവിനെ കണ്ടിട്ട് മാർത്ത അവന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇവിടെ ആറാമത്തെ ഇന്ദ്രിയത്തെ ശ്രദ്ധിക്കുക. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അതാണ് ആറാമത്തെ ഇന്ദ്രിയം. യേശു തന്നെ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? നിങ്ങൾ വാദിക്കുമോ? ഇവിടെ ഇതാ ഒരു മനുഷ്യൻ മരിച്ചിട്ട് പുഴുക്കൾ അവന്റെ മേൽ കൂടെ എഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിന്റെ വചനമാകുന്നു. ഈ ആറാമത്തെ ഇന്ദ്രിയം ഡോക്ടറിന്റെ സംരക്ഷണയ്ക്കും ശാസ്ത്രീയ ഗവേഷണത്തിന്റെ വിചാരങ്ങൾക്കും അപ്പുറത്താകുന്നു. അതിനെല്ലാം അത് വെല്ലുവിളിക്കുന്നു. സകല വാദവിവാദങ്ങളെയും വെല്ലുവിളിക്കുകയും ഇടിച്ച് തകർത്ത് കളയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇത് ദൈവത്തിന്റെ വചനത്തെ സാക്ഷീകരിക്കുന്നു. ഞാനാകുന്നു, ഞാനായിരിക്കും, ഞാനായിരുന്നു എന്നല്ല, ഞാനാകുന്നു എന്നാകുന്നു. പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു. അതൊരു മനുഷ്യനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്നവൻ ചോദിച്ചു. ഊവ് കർത്താവേ, അതാറാമത്തെ ഇന്ദ്രിയമാകുന്നു. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നവൾ പറഞ്ഞു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഓ ദൈവമേ. കല്ലറയിലേക്ക് അവർ പോയി. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി. എന്തെങ്കിലും സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതാറാമത്തെ ഇന്ദ്രിയവും ദൈവം സന്നിഹിതനായി നിൽക്കുകയുമായിരുന്നു. എന്തോ അവിടെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അത് ഉത്തമ ഇന്ദ്രിയവും ദൈവമായിരുന്നു. അതിനെക്കുറിച്ച് എന്തോ മാർത്തിയോടത് പറഞ്ഞിരുന്നു. അവൾ അവനെ കണ്ടിരിക്കുകയും അവനെ അറിയുകയും അവൻ മശിഹായാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അവന്റെ അടുക്കൽ ഒന്നെത്തുക മാത്രം ചെയ്തിട്ട് ഈ സംഗതി അവന്റെ മുമ്പിൽ വെച്ചിട്ട് അവനിൽ നിന്നും ഒരു വാഗ്ദത്തം മാത്രം വരുന്നത് കേൾക്കാൻ കഴിഞ്ഞാൽ മാത്രം മതിയായിരുന്നു എന്നവൾ അറിഞ്ഞിരുന്നു. അതായിരുന്നു അവൾക്കെല്ലാമായിട്ടും ആവശ്യമായിരുന്നത്. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു.
എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നവൻ പറഞ്ഞപ്പോൾ അത് മാത്രമായിരുന്നു എല്ലാമായിട്ട് അവൾക്ക് ആവശ്യമായിരുന്നത്. കാരണം ആറാമത്തെ ഇന്ദ്രിയമായ ഉത്തമ ബോധമായ അവളുടെ വിശ്വാസം അവളെ അവനെ ഏറ്റുപറയുന്നതിനും അവനെ വിശ്വസിക്കുന്നതിനുമായി അവളിൽ പ്രവർത്തിച്ചിരുന്നു. ഈ സ്ത്രീ പ്രസംഗപീഠത്തിൽ നിന്നും പോയപ്പോൾ അത് യഹോവ ഇപ്രകാരം അരുളി ചെയ്തതായിരുന്നു: വീട്ടിൽ പോയി ഭക്ഷിച്ചുകൊള്ളുക, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് രാത്രിയിൽ അവൾ വീട്ടിലേക്ക് പോയി. അയൽവക്കത്ത് 3-4 വീടിന് പിന്നിലായി അവളുടെ ഒരു കൂട്ടുകാരി താമസിച്ചിരുന്നു. അവളുടെ തൊണ്ടയിൽ ഒരു വലിയ കെട്ടുണ്ടായിരുന്നു. അവളുടെ അയൽക്കാരിയായ കൂട്ടുകാരി കുടലിൽ കുരുക്കളുടെ രോഗത്താൽ വളരെയധികം പ്രയാസപ്പെട്ടിട്ട് സുഖപ്പെടാൻ പോവുകയായിരുന്നു എന്നുള്ളതിൽ അവൾ പുളകം കൊണ്ടിരുന്നു. 100ഓളം 1000ഓളം കേസുകളിൽ ഇതൊന്നു മാത്രമാകുന്നു. ഈ വലിയ കെട്ട് അവളുടെ തൊണ്ടയിൽ പുറത്തേക്ക് തള്ളിയിട്ട് അവൾ പ്രസംഗപീഠത്തിലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞു, ആർക്കും ഇത് വിവേചിക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾ എന്തോ കാര്യത്തെക്കുറിച്ച് സന്തോഷവതിയാകുന്നു. നിങ്ങൾ ആകെ ഉല്ലാസവതിയായിരിക്കുന്നു. കാരണം അവിടെ ദൂരെയായിരിക്കുന്ന ഈ സ്ത്രീ നിങ്ങളുടെ അയൽക്കാരിയാണ്. ഇത് പരിശുദ്ധാത്മാവാകുന്നു. ഈ മനുഷ്യൻ ഇതെങ്ങനെ ഈ ലോകത്തിൽ അറിയാൻ കഴിയും? അതെന്തോ അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ന് അവൾ വിചാരിച്ചു. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തൊണ്ടയെക്കുറിച്ച് ചിന്തിക്കുന്നു. അതെ, അത് നിങ്ങളെ വിട്ടുപോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്നവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വീട്ടിലേക്ക് പോയി നിങ്ങളുടെ രോഗശാന്തിയെ സ്വീകരിച്ചു കൊള്ളുക. സ്വാഭാവിക മനുഷ്യൻ ചുറ്റുപാട് നോക്കും. യാതൊരു അടയാളം അവന് കാണാൻ കഴിയുന്നില്ല. കുടലിലെ കുരുക്കളുടെ രോഗമായിരുന്ന സ്ത്രീ വീട്ടിലേക്ക് ചെന്നിട്ട് ആഹാരം കഴിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ ചത്തുപോകുമെന്നതുപോലെ അവൾക്ക് തോന്നിപ്പോയി. സ്വാഭാവിക മനുഷ്യനും സ്വാഭാവിക ഇന്ദ്രിയത്തിനും അവരുടെ കുടലിലെ കുരുക്കൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കൊടുത്തു. അതിന്റെ 1-2 ആഴ്ചകൾക്ക് ശേഷം അവരുടെ സഭയിൽ വരുന്ന ജനങ്ങളായി അയൽക്കാരായിരുന്ന സകലരുടെയും അടുക്കൽ ചെന്ന് കർത്താവിനെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നവൾ സാക്ഷ്യം പറഞ്ഞു. നിങ്ങളിപ്പോൾ ഭക്ഷിക്കാൻ തുടങ്ങിയോ എന്നവർ ചോദിച്ചു. ഇല്ല, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. കാരണം അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നവൾ പറഞ്ഞു. അതെന്ത് തന്നെയായാലും ഒരു പ്രശ്നമല്ല. എങ്ങനെയൊക്കെ ആയാലും അവൾ സുഖപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയതിന്റെ ശേഷം അവൾക്ക് ശരിക്കും വിശക്കാൻ തുടങ്ങി. അവർ ജനലയുടെ അടുക്കൽ നിന്ന് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 1 വർഷത്തിന് ശേഷം അവർ വേറൊരു യോഗത്തിൽ സംബന്ധിക്കാൻ വന്നിരുന്നു. അങ്ങനെ അവർ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിചിത്രമായ അനുഭവം അവൾ തന്റെ മേൽ കൂടെ പോകുന്നത് ആദ്യമായി അനുഭവപ്പെട്ടു. എന്തായിരുന്നു അതെന്ന് അവൾ വിചാരിച്ചു. ഉച്ചത്തിൽ നിലവിളിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവരുടെ ഭർത്താവ് അവളോട് പറഞ്ഞിരുന്നു, പ്രിയെ, നീ രോഗശാന്തിയെക്കുറിച്ച് പറയുന്നത് വിട്ടുകളയുക. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. കാരണം നീ ഈ വിഷയത്തിന്മേൽ ഒരു നിന്ദയെ കൊണ്ടുവരിക മാത്രമാണ് എന്ന് പറഞ്ഞു. അവന്റെ വചനത്തെ നിങ്ങൾ സാക്ഷീകരിക്കുമ്പോൾ ഒരു നിന്ദ എങ്ങനെ അതിന്മേൽ കൊണ്ടുവരാൻ കഴിയും? നിങ്ങൾ സാക്ഷീകരിക്കുന്നില്ലെങ്കിൽ അത് നിന്ദയെ കൊണ്ടുവരും. നീ സുഖപ്പെട്ടിരിക്കുന്നെങ്കിൽ സുഖപ്പെട്ടിരിക്കുന്നു. അവൾ പറഞ്ഞു, ആ മനുഷ്യൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് എന്റെ അവസ്ഥയെക്കുറിച്ചും ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എന്നോട് പറഞ്ഞു. അദ്ദേഹം പ്രസംഗപീഠത്തിലേക്ക് വരുന്നതിന്റെ 15 മിനിറ്റ് നേരം മുമ്പാണ് ഞാൻ കെട്ടിടത്തിൽ കടന്നിരുന്നത്. ഈ മനുഷ്യൻ അതെങ്ങനെ ഈ ലോകത്തിൽ അറിയാൻ കഴിയും? എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതിനുശേഷം എന്നോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, നീ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മരിക്കുന്നത് വരെ അത് വിശ്വസിക്കുന്നു. എങ്ങനെയൊക്കെ ആയാലും ഞാനത് വിശ്വസിക്കുന്നു എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവളും അവളുടെ സ്നേഹിതയായ സഹോദരിയും തമ്മിൽ ഈ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുമെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്തിരുന്നു. അന്ന് രാവിലെ അവൾക്ക് വളരെ വിചിത്രമായി അനുഭവപ്പെട്ടു. സ്വല്പനേരത്തിനുള്ളിൽ തന്നെ അവൾക്ക് വിശപ്പ് അനുഭവപ്പെട്ടു. കുഞ്ഞുങ്ങൾ ഓട്സ് തിന്നതിന് ശേഷം പാത്രത്തിൽ കുറച്ച് ശേഷിച്ചിരുന്നു. ഓട്സ് എപ്പോഴും അവർക്ക് വയറ്റിൽ എരിച്ചിലുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്താണെന്ന് കുടലിൽ കുരുക്കളുടെ രോഗമുണ്ടായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം. അങ്ങനെ അവർ ഒരു കഷ്ണം ഓട്സ് എടുത്ത് തിന്നുകയും ചെയ്തു. എന്നിട്ട് അവൾ വിചാരിച്ചു, ദൈവമേ, എനിക്കിതിന്റെ വേദന സഹിക്കേണ്ടി വരുമല്ലോ. സാരമില്ല, കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ ഞാൻ സുഖപ്പെടാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ അവൾക്ക് അപ്പോഴും വിശപ്പുണ്ടായിട്ട് അവൾ പാത്രത്തിലുണ്ടായിരുന്നത് മുഴുവൻ തിന്നു കളഞ്ഞു. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കി അവൾ കുറച്ചുനേരം കാത്തിരുന്നു. യാതൊന്നും സംഭവിച്ചില്ല. എന്നാൽ നല്ലതായി അനുഭവപ്പെടുകയും കൂടുതൽ വിശക്കുകയും ചെയ്തിട്ട് 2 മുട്ടയെടുത്ത് പൊരിച്ചിട്ട് 1 കപ്പ് കാപ്പിയും കുറച്ച് മൊരിച്ച റൊട്ടിയും കൂടി എടുത്തുണ്ടാക്കിയിട്ട് വാസ്തവമായും ഒരു ആനന്ദോത്സവമായി തീർന്നു. അവൾക്ക് തിന്നാൻ കഴിയുന്നതെല്ലാം അവൾ തിന്നു. അങ്ങനെ അവൾ പാത്രങ്ങൾ കഴുകാൻ തുടരുകയും ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾക്ക് വിശക്കാൻ തുടങ്ങിയും യാതൊരു പ്രതികൂലമായ ഫലമോ ഉണ്ടായിരുന്നില്ല.
അവൾ അവളുടെ തൊപ്പിയും തലയിൽ വെച്ചുകൊണ്ട് വഴിയിലിറങ്ങി നേരെ അയൽക്കാരിയുടെ വീട്ടിലേക്ക് പോയി. അവൾ അവിടെ എത്തിയപ്പോൾ ബഹളം കേട്ടിട്ട് ആ വീട്ടിൽ ആരോ മരിച്ചുപോയി എന്നവൾ ഓർത്തു. അവർ അവിടെ ചുറ്റുമായി നടന്നുകൊണ്ട് ഒച്ചവെക്കുകയും നിലവിളിക്കുകയും ചെയ്തിരുന്നു. ഈ മകളെ താമസിച്ചുറങ്ങാൻ പോകുകയും രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ തൊണ്ടയിലുണ്ടായിരുന്ന വളർച്ചയെ തിരയുകയായിരുന്നു. അത് രാത്രിയിൽ അപ്രത്യക്ഷമായി പോയിരുന്നു. എന്തായിരുന്നു ഇത്? ദൈവം പ്രവൃത്തിയിലായിരിക്കുന്നതാണ്. ഇവിടെയുള്ള കേടൽ കൂടാരത്തിൽ വെച്ച് നമുക്കുണ്ടായിരുന്ന യോഗത്തിൽ അവിടേക്ക് കടന്നു വന്ന ഒരു മുടന്തനായ കുട്ടിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നിങ്ങളിൽ പലരും അവനെ കണ്ടിരുന്നു. എമർജൻസിയുടെ മുറിയിൽ നിന്നും അവർ അവനെ കൊണ്ടുവരികയും ബില്ലി എന്നെ അവിടേക്ക് പ്രാർത്ഥനയ്ക്കായി നയിക്കുകയും ചെയ്തു. 3-4 രാത്രികൾ അവർ അവനെ ആ കെട്ടിടത്തിലെ പ്രസംഗപീഠത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവനൊരു പ്രാർത്ഥനയ്ക്കായുള്ള അപേക്ഷയുടെ കാർഡ് കിട്ടാതിരുന്നതിനാൽ അവർ അവനെ എമർജൻസിയുടെ മുറിയിലാക്കിയിരുന്നു. ഞാൻ അവിടേക്ക് ചെന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ അവനെ നോക്കിയപ്പോൾ അവൻ എന്നോട്, ശ്രീമാൻ ബ്രനഹാം, എനിക്ക് എന്തെങ്കിലും ആശ്വാസം തരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കഴിയും ശ്രീമാൻ. മകനെ, തളർവാദമാണ് നിന്നെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത്. അത് ശരിയാണെന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ പേര് ഇന്നതാണ്, നീ ഇന്ന സ്ഥലത്ത് നിന്നും വരുന്നുവെന്ന് പറഞ്ഞു. അതും ശരിയാണെന്ന് അവൻ പറഞ്ഞിട്ട് എന്റെ രോഗശാന്തിയെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നുവരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവൻ ദൈവത്തെ സ്തുതിച്ചും സാക്ഷീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. അവൻ ഭയങ്കരമായ ഒരു നിന്ദയെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഞായറാഴ്ച ദിവസം ഒരു കൂട്ടം ശുശ്രൂഷകർ വന്ന് അവന്റെ അടുക്കലിരുന്നിട്ട്, നീ ഇങ്ങനെ പറയുന്നത് നിർത്തിയിരിക്കണം, നീ ഒരു ദേശത്തിന്മേൽ ഒരു നിന്ദയെ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞത് അയൽക്കാർ അവകാശപ്പെടുന്നു. ആ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ശ്രീമാൻ, ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, ഞാനിരിക്കുന്ന കസേരയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും എനിക്ക് ക്രിസ്തുവിനുള്ള അവസാനത്തെ ആശ എന്നിൽ നിന്നും ഒരിക്കലും മോഷ്ടിക്കാൻ ശ്രമിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. അത് പറഞ്ഞു തീരുകയും അവന് തളർവാദം പിടിപെട്ട് കൈയും കാലും ശരീരവും അനക്കാൻ കഴിയാതെ ആ കസേരയിൽ അവൻ ഇരുന്നിരുന്നു. അങ്ങനെ അവൻ ഇത് പറഞ്ഞു തീരുകയും അവൻ കസേരയിൽ നിന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. എന്താണത്? അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അവൻ അവിടെ തന്നെ ഇരിക്കുമെന്ന് അവന്റെ സ്വാഭാവിക ഇന്ദ്രിയങ്ങളും അതുപോലെ ഡോക്ടർമാരും അവനോട് പറഞ്ഞിരുന്നു. എന്നാൽ 6ാമത്തെ ഇന്ദ്രിയം അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു. അവന് യാതൊന്നും ചെയ്യേണ്ടതായി ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നതിനെതിരായിട്ടുള്ളതെല്ലാം ഇടിച്ചു കളയുക മാത്രമാണ്. അതിനുവേണ്ടിയാണ് 6ാമത്തെ ഇന്ദ്രിയം നൽകിയിരിക്കുന്നത്. റയൻ ചെന്ന ജോൺ റയാൻ എന്നല്ല, റൈൻ എന്നാകുന്നു. അത് ഫോർട്ട് വെയിനിലെ അന്ധനായ ഒരു ഭിക്ഷക്കാരനാകുന്നു. ഞങ്ങൾക്ക് അവിടെ വെച്ചുണ്ടായിരുന്ന യോഗത്തിൽ വെച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെട്ടിരുന്നു. അതിനു മുമ്പിലത്തെ രാത്രിയിലായിരുന്നു. പിയാനോവിൽ ആരും അത് വായിക്കുന്നതിനില്ലാതെ മഹാനായ വൈദ്യൻ ഇതാ സമീപത്തായിരിക്കുന്നു എന്ന പാട്ട് പാടിയത്. അങ്ങനെ അദ്ദേഹം അന്ധനും ഒരു കത്തോലിക്ക വിശ്വാസിയുമായിരുന്നു. അദ്ദേഹം പ്രാർത്ഥനയുടെ നിരയിൽ വന്ന് നിൽക്കുകയും ഞാൻ അദ്ദേഹത്തെ നോക്കിയിട്ട്, നിങ്ങളുടെ പേര് ജോൺ ബ്രയൻ എന്നാകുന്നു എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ വഴിവെക്കലുള്ള ഒരു ഭിക്ഷക്കാരനാകുന്നു. വർഷങ്ങളായിട്ട് നിങ്ങൾ അന്ധനായിരിക്കുന്നു. അതെ, അത് ശരിയാണ്. നിങ്ങൾ ഒരു കത്തോലിക്ക മതവിശ്വാസിയാണ്. അത് ശരിയാണ്. ഞാൻ പറഞ്ഞു, യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നീ നിന്റെ രോഗശാന്തിയെ സ്വീകരിച്ചു കൊള്ളുക. അതിന് നന്ദിയുണ്ട് ശ്രീമാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. കർത്താവിന് നന്ദി പറയാൻ ഞാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിന് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല, നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോയി. പ്രസംഗപീഠത്തിൽ നിന്നും ഇറങ്ങുന്നതിന് അദ്ദേഹത്തെ അവർ സഹായിച്ചിരുന്നു. സ്വാഭാവിക മനുഷ്യനൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. യാതൊരു ഫലവും അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അദ്ദേഹം ഇതിനു മുമ്പ് അന്ധനായിരുന്നതുപോലെ തന്നെ അത്രയും അന്ധനായിരുന്നു. അതിനാൽ അവന്റെ 2 സുഹൃത്തുക്കൾ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്ന് വീണ്ടും പ്രാർത്ഥനയുടെ നിരയിൽ നിർത്തി. ഹോവാർഡ് അദ്ദേഹത്തെ വീണ്ടും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കടന്നു പോകുന്നതിന് അനുവദിച്ചു. അങ്ങനെ അദ്ദേഹം തിരികെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ശ്രീമാൻ, ഞാൻ സുഖപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ എന്നോടും പറഞ്ഞുവല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങളെ അവിശ്വസിക്കുന്നതിനുള്ള യാതൊരു കാരണവുമില്ലായിരിക്കുന്നു. നിങ്ങൾ എന്റെ ജീവിതത്തിലെ സകല കാര്യവും എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇനിയും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവിടെ പിന്നിലായ ഒരു സ്ത്രീ സാക്ഷീകരിച്ചുകൊണ്ടിരുന്നു. അവർക്ക് തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു. കുറച്ചുനേരം മുമ്പ് അത് മാറിപ്പോവുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ എന്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ദൈവവചനമാണല്ലോ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണം ശ്രീമാൻ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ഒരു കത്തോലിക്ക മതവിശ്വാസിയായിരിക്കെ എന്തെങ്കിലും ഭൗതികമായ ഒരു കാര്യം അവന് പിടിക്കുന്നതിന് ആവശ്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അവനെ സ്തുതിച്ചുകൊണ്ട് സാക്ഷീകരിക്കുക എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന്റെ അടുത്ത 2-3 ആഴ്ചകൾ അവൻ വഴിവക്കൽ നിന്നുകൊണ്ട് പത്രം വിൽക്കുകയും ഉച്ചത്തിൽ എക്സ്ട്രീ കർത്താവിന് സ്തുതിയായിരിക്കട്ടെ, ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു, എക്സ്ട്രീ കർത്താവിന് സ്തുതിയായിരിക്കട്ടെ, ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ പറഞ്ഞിരുന്നു.
അടുത്ത ദിവസം രാത്രിയിൽ ഞാൻ യോഗത്തിന് വന്നപ്പോൾ എനിക്ക് കഷ്ടിച്ച് പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം എഴുന്നേറ്റിട്ട് ഉച്ചത്തിൽ എല്ലാവരും മിണ്ടാതിരിക്കുക, എന്നെ സൗഖ്യമാക്കിയതിന് കർത്താവിന് സ്തോത്രം, എന്നെ സുഖപ്പെടുത്തിയതിന് കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞിരുന്നു. ഒരു കത്തോലിക്ക മതവിശ്വാസിയായിരിക്കെ എങ്ങനെ വിശ്വസിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്നാൽ അവൻ തുടർച്ചയായി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആറാമത്തെ ഇന്ദ്രിയം പ്രവൃത്തിയിലാകുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് ശരിയാണ്, എന്നെ സുഖപ്പെടുത്തിയതിന് കർത്താവിന് സ്തോത്രം. അവൻ വഴിവെക്കൽ ഒരു മൂലക്കായി നിന്നുകൊണ്ട് എന്നെ സുഖപ്പെടുത്തിയതിന് കർത്താവിന് സ്തോത്രം, എന്നെ സുഖപ്പെടുത്തിയതിന് കർത്താവിന് സ്തോത്രം എന്ന് ഉച്ചത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ വഴിയിൽ കൂടി നടക്കുകയും ആരെങ്കിലും വഴിയിൽ നടന്നു വന്നിട്ട് ജോൺ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കും. അവൻ കർത്താവിന് സ്തോത്രം, അവൻ എന്നെ സുഖപ്പെടുത്തിയതിൽ കർത്താവിന് സ്തോത്രം എന്ന് പറയും. അവർ അവനെ നോക്കി ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. വേറൊരു പത്രം വിൽക്കുന്ന പയ്യൻ അവനെ മുഖം അടിക്കുന്നതിനായി യോഗത്തിന് 2-3 ആഴ്ചകൾക്ക് ശേഷം ബാർബർ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. ബാർബർ അവനെ കസേരയിൽ ഇരുത്തിയിട്ട് അവന്റെ മുഖത്ത് സോപ്പ് പതപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ജോൺ, നീ ഇവിടെ വന്നിരുന്ന ആ ദിവ്യ രോഗശാന്തിക്കാരന്റെ യോഗത്തിൽ പോയിരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അതെ, ഞാൻ പോയിരുന്നു എന്നവൻ പറഞ്ഞു. അവനെ കളിയാക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അയാൾ അത് പറഞ്ഞത്. നിനക്ക് സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുത്തരമായി ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, അതെ, കർത്താവിന് സ്തോത്രം, അവൻ എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്തു. തന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന തോർത്തും കൊണ്ട് അവൻ ബാർബറിന്റെ കസേരയിൽ നിന്നും അവൻ പുറത്തേക്ക് ഓടുകയും ബാർബർ തന്റെ കയ്യിൽ ക്ഷൗരക്കത്തിയുമായിട്ട് അവനെ പിടിക്കാൻ വഴിയിൽ കൂടെ അവന്റെ പിന്നാലെ ഓടുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വചനം പ്രവൃത്തിയിലായിരിക്കുന്നു. ജോർജി കാർട്ടർ കിടപ്പിലായിരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അവർക്ക് ബന്ധുക്കാരായ കുറച്ച് ആളുകൾ ഇവിടെ ആയിരിക്കുന്നു. അവൾ 9 വർഷവും 8 മാസവും ഒരു പുതപ്പ് അവരുടെ അടിയിൽ നിന്നും വലിച്ചു മാറ്റാൻ പോലും കഴിയാതെ, വൃക്കകൾക്കും ആമാശയത്തിനും അടിയിൽ നിന്ന് പോലും വലിച്ചെടുക്കാൻ കഴിയാതെ കിടന്നിരുന്നു. കഷ്ടിച്ച് 35 പൗണ്ടോളം മാത്രം ഭാരത്തോടുകൂടി ഇന്ത്യാനയിലെ മിൽ ടൗണിൽ അവൾ കിടപ്പിലായിരുന്നു. ഞാൻ മിൽ ടൗണിലെ ബാപ്റ്റിസ്റ്റ് സഭയിൽ യോഗത്തിന് വേണ്ടി പോകുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ അംഗങ്ങളായിരുന്ന സഭക്കാർ പറഞ്ഞു, ഈ സഭയിലെ ഏതെങ്കിലും ഒരംഗം ആ മതഭ്രാന്തന്റെ യോഗത്തിൽ സംബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവരെ സഭയിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതാണ്. അവളുടെ പിതാവ് സഭയിലെ മൂപ്പനായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യയാകുന്നു എന്ന എന്റെ സന്ദേശത്തിന്റെ പുസ്തകം അവൾക്ക് കിട്ടിയിരുന്നു. ഒരു ഉച്ച സമയത്ത് സഹോദരൻ ഹാൾ എന്നെ അവിടേക്ക് കൊണ്ടുപോയി. അവളുടെ മാതാവ് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലാതെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടിയിറങ്ങിപ്പോയി. ഞാൻ അകത്ത് ചെന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ നെയിൽ എന്ന പെൺകുട്ടിയെ കുറിച്ച് എങ്ങനെയായിരുന്നു എന്ന് അവൾ ചോദിച്ചു. അവൾ ദർശനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരി, അതൊരു ദർശനമായിരുന്നു. നിനക്ക് വിശ്വാസമുണ്ടല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ആ പാവം പിടിച്ച കുട്ടിയെ അതിനെതിരായി പഠിപ്പിച്ചിരുന്നു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിരുന്നു. ദൈവം അവളെ സുഖപ്പെടുത്തിയാണെങ്കിൽ അവൾ വന്ന് വീണ്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമെന്ന് അവൾ വാഗ്ദത്തം ചെയ്തിരുന്നു. അവളുടെ കാലുകൾ ഒരു ചൂല് മാതിരിയായിരുന്നു. അവളെ ഒരു മലമൂത്ര വിസർജന പാത്രത്തിലേക്ക് ഇരുത്തുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവളുടെ മാതാവ് അപ്പോഴും ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയായിരുന്നു. അവൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്നു. അവരുടെ മകളെ അവിടെ കിടക്കുന്നത് നോക്കി തലമുടി നരച്ച് തളർവാദം പിടിപെട്ടിരുന്നിരുന്നു. സ്ത്രീ സംബന്ധമായ ഗ്രന്ഥികളിൽ ക്ഷയരോഗം ബാധിച്ചിട്ട് അത് ശരീരം മുഴുവൻ പടർന്നിരുന്നു. അവൾക്ക് 30 പൗണ്ട് ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നവർ കണക്കാക്കിയിരുന്നു. മലമൂത്ര വിസർജനത്തിനായുള്ള പാത്രം പോലും അവളെ പൊക്കിയിട്ട് അടിയിൽ വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു റബ്ബറിന്റെ ഷീറ്റ് തന്നെ വലിച്ചെടുക്കേണ്ടതായി വന്നിരുന്നു. 9 വർഷവും 8 മാസവും അവൾ കിടന്നിരുന്ന മുറിയുടെ വശത്തായിട്ടുള്ള ജനലക്കരികിലെ ഒരു വൃക്ഷത്തെ പോലും ഒരു വട്ടം തല ഉയർത്തി നോക്കാൻ കഴിയാതെ അവൾ കിടന്നിരുന്നു. ഒരു ദിവസം ജോർജ് റൈറ്റ്സിന്റെ അവിടെയുള്ളതായ മലമുകളിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു മുന്നിന്ന പ്രകാശം ഇടുങ്ങിയ മരങ്ങളുടെ ഇടയിൽ കൂടി വരുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് റൈറ്റ്സിന്റെ വീട്ടിൽ കൂടെ പോകുക, അല്ലെങ്കിൽ കാർട്ടറിന്റെ വീട്ടിലേക്ക് അവിടേക്ക് പോകുക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ വരുന്നതിന്റെ അടയാളം കർത്താവായ യേശു അവളുടെ മാതാവിന് കാണിച്ചു കൊടുത്തിരുന്നു. അവൾ കിടന്നിരുന്ന കട്ടിലിന്റെ അടുക്കലേക്ക് ഞാൻ നടന്നു ചെന്നു. അവൾ അത്രമാത്രം ക്ഷീണിച്ചിട്ട് അവൾക്ക് തുപ്പൽ പാത്രം പോലും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെ അമ്മ അത് പിടിച്ചു കൊടുത്തിരുന്നു. അവൾ ക്ഷയരോഗത്താൽ അതിലേക്ക് എന്ന് തുപ്പാൻ ശ്രമിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരി ജോർജി, ദൈവപുത്രനായ യേശുക്രിസ്തു എന്നെ അങ്ങ് ദൂരെയായി കാടുകളിൽ വെച്ച് ഏകദേശം 1/2 മണിക്കൂർ മുമ്പ് കണ്ടുമുട്ടിയിട്ട് വന്ന് നിന്റെ മേൽ കൈവയ്ക്കുന്നതിനായി എന്നോട് പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എഴുന്നേൽക്കുക. 6ാമത്തെ ഇന്ദ്രിയം പ്രവൃത്തിയിലാവുകയും ഒരു ശക്തി ആ പെൺകുട്ടിയുടെ മേൽ കടന്നു വരികയും ചെയ്തു. 9 വർഷവും 8 മാസത്തിന് ശേഷം ആദ്യമായിട്ട് അവൾ അവളുടെ കാലുകളിൽ എഴുന്നേറ്റ് നിന്നു. അവൾ ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ് ഉണ്ടായത്. അവൾ നേരെ മുറ്റത്തേക്ക് ഓടുകയും മരങ്ങളെയും പുല്ലിനെയും മറ്റെല്ലാത്തിനെയും അനുഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് തിരികെ അകത്തേക്ക് കടന്നു വന്ന് പിയാനോയിൽ ഇരുന്ന് ഇമ്മാനുവേലിൻ ചങ്കിൽ നിന്ന് ഒഴുകുന്ന രക്തനദി എന്ന പാട്ട് പാടാനും തുടങ്ങി. എന്തുകൊണ്ടാണ്?
വാദപ്രതിവാദങ്ങൾ ഇടിച്ചു കളയപ്പെട്ടിരുന്നു. അവൾക്കത് കഴിയുമായിരുന്നില്ല. എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ ഒരിക്കലും അറിയുന്നില്ല. ദൈവത്തിന്റെ ശക്തി മാത്രമാണ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചത്. അവളുടെ കാലുകൾ മുട്ടുകൾ വരെയും അത്ര വലുതായിരുന്നില്ല. വെറും ചൂലുമാതിരിയല്ലാതെ യാതൊന്നുമായിരുന്നില്ല. അത് 12-14 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്നാൽ ഇന്ന് അവൾ ശക്തിയും ആരോഗ്യമുള്ളവളായിട്ട് കർത്താവായ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. എന്തായിരുന്നു അത്? ആദ്യമായിട്ട് അവിടെ യാതൊന്നും സംഭവിക്കുകയില്ലാത്ത മാതിരി കാണപ്പെട്ടു. യുക്തിവാദം അത് സംഭവിക്കുകയില്ലെന്ന് പറയും. എന്നാൽ സഹോദര, അവൾ വചനത്തെ മുറുകെ പിടിച്ചിരുന്നു. സേലം എന്ന സ്ഥലത്ത് വെച്ച് ദൈവത്തിന് മുടന്തിയായ ആ നെയിൽ പെൺകുട്ടിയെ, ആ കുട്ടി തളർവാദം പിടിപെട്ടും മുടന്തിയും അവളുടെ കൈകളിൽ പ്രകാരം തൂങ്ങിയും കിടന്നിരുന്നു. ആ കുട്ടിയെ ദൈവത്തിന് സുഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ അവൻ ഇവളെയും സുഖപ്പെടുത്താൻ കഴിയും. അവൾ അത് വിശ്വസിച്ചിരുന്നു. സഹോദരൻ ഹാൾ ക്യാൻസർ രോഗത്താൽ കിടന്ന് മരിക്കുകയായിരുന്നു. ഈ വ്യക്തി തന്നെയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുപോയത്. മിൽ ടൗണിലുള്ള അദ്ദേഹത്തിന്റെ ഡോക്ടർ ഇവിടെ ന്യൂ ആൽബനിയിലുള്ള സെയിന്റ് എഡ്വേർഡ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചിരുന്നു. എന്റെ മക്കളെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഒരു നല്ല മനുഷ്യനും ഒരു നല്ല ഡോക്ടറുമാകുന്നു. അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് മിൽ ടൗണിലുള്ള ഡോക്ടർ ബ്രൗണിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ക്യാൻസർ ആകുന്നു, അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ഡോക്ടർ പറഞ്ഞു. ഞാനും അത് തന്നെ വിചാരിച്ചിരുന്നു എന്ന് ഡോക്ടർ ബ്രൗൺ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അവർ ഈ നഗരത്തിന്റെ വിധികർത്താവായിരുന്ന ശ്രീമാൻ കോപ്പിന്റെ ഒരു ബന്ധുവായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ മരിക്കുന്നതുവരെ അദ്ദേഹത്തെ ഇവിടെ വെച്ചുകൊള്ളണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുന്നതിനായി എന്നെ ആളയച്ച് വിളിച്ചു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാനും ഭാര്യയും കൂടി പോയിരുന്നു. ഞങ്ങൾ സഹോദരൻ ഹാളിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഞാൻ ക്രിസ്തുവിലേക്ക് മാനസാന്തരപ്പെടുത്തിയവരിൽ ഒരുവനായിരുന്നു. അങ്ങനെ അദ്ദേഹം തളർന്ന് തന്റെ കൈകൾ അനക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തിയിരുന്നു. ബില്ലി, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതായിട്ടുണ്ടോ എന്ന് ശ്രീമതി ഹാൾ ചോദിച്ചു. സഹോദരി ഹാൾ, എനിക്ക് യാതൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൽ നിന്ന് ഒരു വാക്കുപോലും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഡോക്ടർ ആരാണെന്ന് അവൾ ചോദിച്ചു. ഡോക്ടർ സാം അഡേർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സാമിനെ വിളിച്ചു. അദ്ദേഹത്തെ ലൂയിവിലേക്ക് എക്സ്റേക്കും മറ്റു കാര്യങ്ങൾക്കുമായി പറഞ്ഞയക്കുന്നതിന് മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ റിപ്പോർട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആംബുലൻസ് അവർ അയക്കുകയും അദ്ദേഹത്തെ കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തു. സാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബില്ലി, അദ്ദേഹത്തിന്റെ കരളിൽ ക്യാൻസർ ആകുന്നു. അദ്ദേഹത്തിന്റെ കരൾ മുറിച്ചു കളഞ്ഞിട്ട് പിന്നെ ജീവിക്കാൻ കഴിയുകയില്ലല്ലോ. അദ്ദേഹം ഒരു പ്രാസംഗികനാണല്ലോ. അദ്ദേഹത്തിന് സുഖപ്പെടേണ്ടതായിട്ടുണ്ട് തന്നെ. കൂടാതെ അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടി പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാം, അദ്ദേഹം പോകാൻ തയ്യാറായിരിക്കുകയാണ്. എന്നാൽ സംഗതി എന്താണെന്നാൽ അദ്ദേഹം മരിക്കുന്നത് ഞാൻ ഒട്ടും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം എന്റെ ഒരു സഹോദരനും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഹോ ദൈവമേ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമേ എന്ന് ഞാൻ ഓർത്തു. അന്ന് രാവിലെ ഞാൻ വേട്ടയ്ക്ക് വേണ്ടി പോകാൻ തുടങ്ങിയായിരുന്നു. ഞാൻ നേരം വിളിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് നോക്കി. മുറ്റത്ത് ആരുമുണ്ടായിരുന്നില്ല. എന്റെ തോക്കും എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഒരു പഴയ കാഴ്ചയ്ക്ക് അളിഞ്ഞ മാതിരിയായ ഒരു ആപ്പിൾ ഭിത്തിയിൽ തൂങ്ങിക്കിടന്നിരുന്നു. മീഡ എന്തിനാണത് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വേറൊന്നും പിന്നെ വേറൊന്നും പിന്നെ വേറൊന്നുമായിട്ട് 6 എണ്ണം അവിടെ തൂങ്ങിക്കിടന്നിരുന്നു. ഞാൻ എന്റെ തൊപ്പി ഊരിയിട്ട് തറയിൽ മുട്ടുകുത്തിയിട്ട് നോക്കിയപ്പോൾ ഒരു വലുതും മനോഹരമായ ആപ്പിൾ വന്നിട്ട് മറ്റുള്ള ആപ്പിളുകളെല്ലാം തിന്നുകളഞ്ഞു. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ അതിന് മേലെയായ ആ പടത്തിൽ തൂങ്ങിക്കിടക്കുന്നതായി കാണുന്ന അതേ വെളിച്ചം അവിടെ ചുറ്റി നിന്നിരുന്നു. നീ എഴുന്നേറ്റിട്ട് പോയി ശ്രീമാൻ ഹാളിനോട് പറയുക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മരിക്കയില്ല, എന്നാൽ ജീവിക്കുമെന്ന് പറയുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. എന്നാൽ അദ്ദേഹം അത് വിശ്വസിച്ചിരുന്നു. അദ്ദേഹം അതിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നു. യാതൊരു വ്യത്യാസമുള്ളതായി കാണപ്പെട്ടിരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞു, യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. ഏകദേശം 3-ാമത്തെ ദിവസം അത് തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇതാ അദ്ദേഹം ഇവിടെ ജീവനോടെയായിരിക്കുന്നു. ഇവിടെ ശ്രീമതി വീവർ ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇല്ല, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. മാർജി മോർഗന്റെ രോഗശാന്തിക്ക് ശേഷം അവളുടെ മകൾ വന്നപ്പോൾ ഞാൻ അവിടേക്ക് പോയിരുന്നു. ഈ മഹിളയ്ക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവൾ മരിച്ചിരിക്കും. 1-2 കുത്തിവയ്പ് നടത്താൻ കഴിയുമായിരുന്നത് അവർക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു. അത്രമാത്രം. സ്ത്രീ സംബന്ധമായ ഒരു ശസ്ത്രക്രിയ അവരിൽ ചെയ്തിരിക്കുകയും ക്യാൻസർ നട്ടലിൽ കൂടെ മുഴുവൻ പടർന്നു വരുന്നു. അവരത് ശസ്ത്രക്രിയ ചെയ്തപ്പോൾ ചിതറിച്ചു കളഞ്ഞു. ആ മഹിളയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഞാനൊരു രോഗശാന്തിയെക്കുറിച്ച് അവരോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവൾ പറഞ്ഞു, ശ്രീമാൻ, നിങ്ങൾ ദൈവമായ കർത്താവിന്റെ ഒരു ദാസനാകുന്നു. എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുവാൻ യോഗ്യതയുള്ളവളല്ല. അവളെ തന്നെ ഒരു ദാസൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നതിന് യോഗ്യയായി അവൾ കണക്കെടുത്തിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ നൃത്തം ചെയ്യുകയും അതുപോലെയുള്ളതായ ഒരു ജീവിതം ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തുകൂടാത്ത കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഞാൻ വൃത്തികെട്ടതായ ഭാഷ ഉപയോഗിക്കുകയും അങ്ങനെ എന്തെല്ലാമാണോ അതിലും കൂടുതൽ ചെയ്തിരിക്കുന്നു. അവൾ അവളുടെ പാപങ്ങളെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അതിന് യോഗ്യതയുള്ളവളല്ല എന്ന് പറഞ്ഞു. അവർ നേരായ വഴിയിൽ വരുന്നത് ഞാൻ കണ്ടിരുന്നു. അവൾക്ക് ക്രിസ്തുവിനെ ആദ്യമായി ഹൃദയത്തിലെടുക്കേണ്ടിയിരുന്നു. ഇതിനു മുമ്പായി 6-ാമത്തെ ഉത്തമ ഇന്ദ്രിയമെന്ന് പ്രവൃത്തിയിലാകുന്നതിന് മുമ്പ് അത് ചെയ്യേണ്ടിയിരുന്നു.
ഞങ്ങൾ മുട്ടുകുത്തി നിന്റെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും എന്നുള്ളതിനെപ്പറ്റി ഞാൻ അവരോട് സംസാരിക്കുകയും അവൾ തന്റെ ജീവനെ കർത്താവായ യേശുവിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അവൾ പറഞ്ഞു, ഓ, ഞാൻ വളരെ വ്യത്യസ്തപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെടുന്നു. എന്തോ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ എല്ലാവരോടും ഒപ്പം ഞാൻ കൈപിടിച്ചു കുലുക്കാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ വീടിന്റെ പിന്നിൽ കൂടെ കോഴിക്കൂട്ടിലേക്ക് പോകുന്നത് ഞാൻ ഒരു ദർശനത്തിൽ കണ്ടു. ഞാൻ പറഞ്ഞു, ശ്രീമതി വീവർ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കോഴിക്കൂട്ടിന് പിന്നിലേക്ക് പോകുകയും നിങ്ങൾ ജീവിക്കുകയും ചെയ്യും. അവർ വിചാരിച്ചതുപോലെ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ക്യാൻസർ അവരെ തിന്നു കഴിഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞ രീതിയിൽ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ മരിക്കുകയായിരുന്നു. അത് 14-15 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഞാൻ ഊഹിക്കുന്നു. അല്ലേ ശ്രീമതി വീവർ? അത് 14 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അവൾക്ക് സുഖക്കേടായിരുന്നപ്പോൾ ഈ കൂടാരത്തിലേക്ക് പതറി നടന്നു വന്നു. കിടക്കയിൽ നിന്നും അവൾക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നതായി കാണപ്പെട്ടിരുന്നില്ല. അവരുടെ കൈകൾ എല്ലുപോലെയായിരുന്നു. എന്നാൽ അവർ വന്ന് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമെന്ന് ദൈവത്തോട് വാഗ്ദത്തം ചെയ്തിരുന്നു. ഞങ്ങൾ ചക്രക്കസേരയിൽ നിന്നും അവരെ പൊക്കിയെടുത്ത് കുളത്തിലേക്ക് കൊണ്ടുപോയിട്ട് യേശുവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ ഇതാ അവർ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ആരോഗ്യമുള്ള ഒരു ഇനത്തെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ നോക്കുക. എന്തുകൊണ്ടാണ് യുക്തിവാദങ്ങളെയും ശാസ്ത്രീയ ഗവേഷണങ്ങളെയും മറ്റെല്ലാം ഇടിച്ചു കളഞ്ഞിരിക്കുന്നു? കാരണം 6ാമത്തെ ഇന്ദ്രിയം പ്രവൃത്തിയിലായിരിക്കുന്നു. അതാകുന്നു ഇത്. ഒരു നിമിഷത്തേക്ക് ഞാൻ വീണ്ടും ഇത് പറയട്ടെ. ഒരു വട്ടം യേശു ഒരു വൃക്ഷത്തിനരികെ കൂടി കടന്നു പോകുകയായിരുന്നു. അതൊരു അത്തിവൃക്ഷമായിരുന്നു. അവൻ ആ അത്തിവൃക്ഷത്തിലേക്ക് നോക്കി. ഇപ്പോൾ ദയവായി ഇത് വിട്ടുകളയരുത്. അവൻ അത്തിവൃക്ഷത്തിലേക്ക് നോക്കി. അതിൽ ഫലങ്ങളില്ലായിരുന്നു. അവൻ ആ വൃക്ഷത്തെ ശപിച്ചിട്ട് ഇനിയും നിന്നിൽ നിന്ന് ആരും തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ചുറ്റുമായി നോക്കി. ആ വൃക്ഷം അതുപോലെ തന്നെ അവിടെ നിന്നിരുന്നു. അതിന്റെ ഒരു മണിക്കൂറിന് ശേഷം അതുപോലെ തന്നെ നിന്നിരുന്നു. ദൈവം ഭൂമി പിളർന്ന് അതിനെ വിഴുങ്ങിയില്ല. ദൈവം ആകാശത്ത് നിന്നും ഒരു കൊല്ലിയാൻ മിനിയിട്ട് അതിനെ ചാരമാക്കിയില്ല. അവനത് ചെയ്യാൻ കഴിയുമായിരുന്നു. തീർച്ചയായും കഴിയുമായിരുന്നു. അവൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ല. എന്താണ് സംഭവിച്ചത്? ആ വൃക്ഷം ശപിക്കപ്പെടുകയും ദൈവത്തിന്റെ വിശ്വാസം ആ വൃക്ഷത്തിന്റെ ജീവനെതിരായി വയ്ക്കപ്പെടുകയും ചെയ്തു. ഭൗതികമായിട്ട് നിങ്ങൾക്ക് യാതൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഭൂമിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയിരുന്ന അതിന്റെ വേരുകളിൽ മരണം കിടന്നിരുന്നു. അത് ശപിക്കപ്പെടുകയും 6ാമത്തെ ഇന്ദ്രിയം അതിനെതിരായി വരികയും ചെയ്തു. അതിന് മരിക്കേണ്ടിയിരുന്നു. അത് വേരിൽ നിന്നും മരിക്കാൻ തുടങ്ങി. അതേ കാര്യം തന്നെയാണ് ക്യാൻസർ സുഖപ്പെടുമ്പോഴും നടക്കുന്നത്. അതേ കാര്യം തന്നെയാണ് മുഴകൾ സുഖപ്പെടുമ്പോഴും നടക്കുന്നത്. ദൈവമായ കർത്താവിന്റെ 6ാമത്തെ ഇന്ദ്രിയത്തിന്റെ ശക്തി ഏതൊരു രോഗത്തിനുമെതിരായി പ്രവൃത്തിയിലാകുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. സാത്താനെ നീ പുറത്തു വരിക എന്ന് പറയുമ്പോൾ അവിടെ ഭൗതികമായ അവസ്ഥയിൽ യാതൊന്നും സംഭവിച്ചുടനെ തന്നെ കാണുകയില്ല. എന്നാൽ ആ വിശ്വാസം അവിടെ പിടിച്ചു നിന്നിട്ട് അതേ കാര്യം തന്നെ ചെയ്യുന്നു. അത് ശപിക്കപ്പെട്ടിരുന്നു. ഈ 6ാമത്തെ ഇന്ദ്രിയമായ ഉത്തമ ബോധം അതിനെ വിടാൻ അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്നോ, എങ്ങനെ കാണപ്പെടുന്നുവെന്നോ, എങ്ങനെ പെരുമാറുന്നുവെന്നോ അത് ശ്രദ്ധിക്കുന്നില്ല. അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ദൈവത്തിന്റെ വചനം അപേക്ഷിക്കപ്പെട്ടിരിക്കുകയും 6ാമത്തെ ഇന്ദ്രിയം പ്രവൃത്തിയിലാകുകയും ചെയ്യുന്നു. അത്രമാത്രം. അത് പ്രവൃത്തിയിലാകുകയും ക്യാൻസർ ദുർബലമായി മാറിപ്പോവുകയും ചെയ്യുന്നു. അത് വേരോടെ ചത്തുപോകുന്നു. അത് പോയി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇതേ ശക്തമായ 6ാമത്തെ ഇന്ദ്രിയത്താൽ രാജ്യത്വങ്ങൾ തകരുകയും ഒന്നിനു മേലൊന്നായി മതിലുകൾ വീഴുകയും ചെയ്തു. 6ാമത്തെ ഇന്ദ്രിയത്താൽ ചെങ്കടൽ പിളർന്നു മാറുകയും ഉണങ്ങിയ നിലത്തുകൂടി ദൈവ മക്കൾക്ക് വഴിയുണ്ടായി രക്ഷപ്പെടുകയും ചെയ്തു. ആറാമത്തെ ഇന്ദ്രിയത്താൽ ശിംശോൻ കുന്തവും ആയുധവും കൊണ്ടുവന്ന 1000-ഓളം ഫിലിസ്തീനരുടെ സേനയെ വെല്ലുവിളിച്ചു. തനിക്ക് പ്രതിരോധത്തിനായി ഒരു കാട്ടുകഴുതയുടെ താടിയല് മാത്രമല്ലാതെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയം പ്രവൃത്തിയിലാകുകയും 1000-ഓളം ഫിലിസ്തീനെ അവൻ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ആറാമത്തെ ഇന്ദ്രിയത്താൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. ആറാമത്തെ ഇന്ദ്രിയത്താൽ വലിയ അത്ഭുതങ്ങൾ നിർവഹിക്കപ്പെട്ടു. ഇത് ഭൂമിയിൽ ഏറ്റിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ബലമേറിയ ശക്തിയാണ്. ഇത് ഉത്തമ ബോധമാകുന്നു. അതിനെ ആറാമത്തെ ഇന്ദ്രിയം എന്ന് വിളിക്കുന്നു.
അതിനിവിടെയുള്ളതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ഇവിടെയുള്ള ഇന്ദ്രിയങ്ങൾ അതിനെ പ്രഖ്യാപിക്കുകയും അതിനോട് ആമേൻ പറയുകയാണെങ്കിൽ അത് കൊള്ളാം. നിങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതെന്താണ് ചെയ്യുന്നതെന്ന് പരിഗണിക്കാതെ അത് വിശ്വസിക്കുക. അവിടെയാണ് ശക്തി കിടക്കുന്നത്. നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഞ്ചാമത്തെ ഇന്ദ്രിയമായ വിചാരം നിങ്ങളുടെ തലച്ചോറിലായിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ആറാമത്തെ ഇന്ദ്രിയം നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്നു. നിങ്ങൾ ഹൃദയത്താൽ വിശ്വാസിക്കുന്നു. നിങ്ങൾ വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതെ ശ്രീമാൻ, അത് ശക്തിയേറിയ ബലമായ ആറാമത്തെ ഇന്ദ്രിയമാകുന്നു. ശ്രദ്ധിക്കുക, ആറാമത്തെ ഇന്ദ്രിയത്തിന്റെ കാരണത്താൽ ഒരു പ്രവാചകൻ സിംഹത്തിന്റെ ഗുഹയിൽ എറിയപ്പെട്ടു. ആറാമത്തെ ഇന്ദ്രിയത്തിന്റെ കാരണത്താൽ സിംഹങ്ങൾക്ക് ദാനിയേലിനെ തിന്നാൻ കഴിഞ്ഞില്ല. ആറാമത്തെ ഇന്ദ്രിയമായ ഉത്തമ ബോധത്തിന്റെ കാരണത്താൽ അവയ്ക്ക് അവന്റെ അടുക്കലെത്താൻ കഴിഞ്ഞില്ല. അതെ, ആറാമത്തെ ഇന്ദ്രിയത്തിന്റെ കാരണത്താൽ 3 എബ്രായ മക്കൾ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിയപ്പെടുകയും അവർ തീച്ചൂളയിലെ തീയെ വെല്ലുവിളിക്കുകയും ചെയ്തു. അത് ആറാമത്തെ ഇന്ദ്രിയമായിരുന്നു. അവർ അതിലെത്തുന്നതിന് മുമ്പ് തന്നെ കത്തിയെരിഞ്ഞ് നശിച്ചു പോകുമെന്ന് എല്ലാവിധ യുക്തിവാദങ്ങളും തെളിയിച്ചിരുന്നു. എന്നാൽ ആറാമത്തെ ഇന്ദ്രിയം അവരെ 3-4 മണിക്കൂറുകൾ അതിൽ തന്നെ നിൽക്കാനിടയാക്കി. അവർ തീച്ചൂള തുറന്നപ്പോൾ ദൈവപുത്രന് സാദൃശ്യനായ ഒരാൾ കൂടി അവരോടൊപ്പം നിൽക്കുന്നത് കണ്ടു. ആറാമത്തെ ഇന്ദ്രിയം അതായിരുന്നു. തീക്ക് അതിനെ എരിച്ചു കളയാൻ കഴിയില്ല. അതെ ശ്രീമാൻ, അപ്പോസ്തലനായ പത്രോസ് ഒരു വട്ടം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും അടുത്ത ദിവസം അവർ അവന്റെ തല വിച്ഛേദിക്കാൻ പോവുകയുമായിരുന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ ജോൺ മാർക്കിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥനയുടെ യോഗത്തിലായിരുന്നു. ആറാമത്തെ ഇന്ദ്രിയം കാരാഗ്രഹത്തിന് ചുറ്റുമായി ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിട്ട് അവിടെ അവൻ പ്രാർത്ഥനയാൽ മറയ്ക്കപ്പെട്ടു. ആറാമത്തെ ഇന്ദ്രിയം പ്രവൃത്തിയിലാകുകയും അഗ്നിസ്തംഭം വാതിൽക്കൽ വന്ന് പത്രോസിനെ തൊട്ടിട്ട് ഇവിടെ നിന്നും പുറത്തു കിടക്കുക എന്നവനോട് പറഞ്ഞു. അത് ആറാമത്തെ ഇന്ദ്രിയമാകുന്നു. ആറാമത്തെ ഇന്ദ്രിയമായിരുന്നു വിശുദ്ധ പൗലോസിനെ അവന്റെ കപ്പൽ വെള്ളം നിറഞ്ഞു മുങ്ങിയപ്പോൾ അവനെ ആ വലിയ സമുദ്രത്തിൽ മുക്കിക്കളയാൻ ഇടയാക്കാതിരുന്നത്. അവൻ മുങ്ങിപ്പോകാതിരിക്കാൻ ഇടയാക്കിയത് ഉത്തമ ബോധമായ ആറാമത്തെ ഇന്ദ്രിയമായിരുന്നു. സർപ്പം അവന്റെ കയ്യിൽ കടിക്കുകയും അവൻ അതിനെ തീയിലേക്ക് തട്ടിയിടുകയും ചെയ്തപ്പോൾ അത് ആറാമത്തെ ഇന്ദ്രിയമായിരുന്നു. ആറാമത്തെ ഇന്ദ്രിയമായിരുന്നു അത് ചെയ്തത്. യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തിയത് ആറാമത്തെ ഇന്ദ്രിയമായിരുന്നു. കാരണം അവൻ ദൈവവചനത്തെ വിശ്വസിച്ചിരുന്നു. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് മറ്റൊന്ന് പണിയുമെന്നവൻ പറഞ്ഞു. കാരണം ദാവീദ് പറഞ്ഞു, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയുമില്ല. അത് ഉത്തമ ബോധമായിരുന്നു. ഈ ഇന്ദ്രിയങ്ങളുടെ യുക്തിവാദങ്ങളെ ഇടിച്ചു കളയുക. വിശ്വാസത്തിന്റെ ബോധമായ യേശു ക്രിസ്തു തരുന്ന ഉത്തമ ബോധത്തെ വിശ്വസിക്കുക. അതേ ഇന്ദ്രിയത്താൽ യാതൊന്നുമില്ലാതിരുന്നപ്പോൾ ദൈവം കൽപ്പിച്ചു. അതെന്തിന്ദ്രിയമാണ്? ഉത്തമ ബോധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വാസം നിങ്ങളിലാകുന്നതാണ്. ദൈവത്തിന്റെ അംശം നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്ക് ഉത്തമ ബോധം തരികയും ചെയ്യുന്നു. അതേ ഉത്തമ ബോധത്താൽ ദൈവം ഭൂമിയെ നിർമ്മിക്കുകയും ഇല്ലാത്തതും അപ്രത്യക്ഷിതമായ കാര്യങ്ങളാൽ ഒരുമിക്കുകയും ചെയ്തു. അവൻ തന്റെ വചനം സംസാരിക്കുകയും തന്റെ വചനം വിശ്വസിക്കുകയും ലോകം നിലവിലാകുകയും ചെയ്തു. സ്തോത്രം. ആറാമത്തെ ഇന്ദ്രിയമായ ഉത്തമ ബോധത്തെ ദൈവമേ എനിക്ക് പകരണമേ, എനിക്കും അത് ആവശ്യമായിരിക്കുന്ന ഏവർക്കും നൽകണമേ. കർത്താവേ, നിന്റെ ആറാമത്തെ ഇന്ദ്രിയത്തെ എന്നിലേക്ക് പകരണമേ. ഞാൻ എന്റെ 5 ഇന്ദ്രിയങ്ങളെയും സ്വന്തം ജ്ഞാനവും വിചാരങ്ങളും നിനക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, യുക്തിവാദത്തെ ഞാൻ തകർത്ത് കളയുന്നു. നിന്റെ വചനം സത്യവും മറ്റെല്ലാവരും ഭോഷ്ക് പറയുന്നവരുമായിരിക്കട്ടെ. എല്ലാവിധ യുക്തിവാദവും എല്ലാ സംശയങ്ങളും വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ ബോധമായ ഉത്തമ ബോധത്താൽ എന്നെ നടക്കാനിടയാക്കണമേ. നിങ്ങൾക്കത് ആവശ്യമായിരിക്കുന്നുണ്ടോ? ആ ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സ്നേഹിതരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഉത്തമ ബോധം എന്തിനെങ്കിലും വേണ്ടി അപേക്ഷിക്കുകയും അവനത് തരുമെന്നത് അറിയുകയും ചെയ്യുന്നു. അത് ബോധ്യമാക്കപ്പെട്ടതാകുന്നു. കാരണം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. നിങ്ങളുടെ ആറാമത്തെ ഇന്ദ്രിയം പറയുകയാണ്, ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. ഞാൻ എന്നെ തന്നെ അവനായി നൽകുന്നു. എനിക്കുള്ളതെല്ലാം അവനായി ഞാൻ സമർപ്പിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനത്തിൽ എന്റെ വിശ്വാസത്തെ കൊണ്ടുവരും എന്ന് എന്റെ ഇന്ദ്രിയം പറയുന്നുവെങ്കിൽ പിന്നെ അതിനെതിരായിട്ടുള്ള എന്തിനേയും ഇല്ലാത്തതിനെ എന്നുള്ളതുപോലെ വിളിച്ചുകൊള്ളുക.
അബ്രഹാം ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവം അവനോട് സാറയിൽ കൂടി നിനക്കൊരു മകൻ ഉണ്ടാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ 75 അവൾക്ക് 65 വയസ്സ് പ്രായമായിരുന്നു. അബ്രഹാം അതിനെതിരായിട്ടുള്ള എല്ലാത്തിനെയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു. അവൻ ദൈവത്തെ കണ്ടിട്ടുള്ളതുപോലെ നടക്കുകയും അവൻ വിശ്വസിക്കുകയും ചെയ്തു. യുക്തിവാദങ്ങളെയും മറ്റെല്ലാ കാര്യങ്ങളെയും അവൻ അതിനെതിരായി വിളിച്ചു. അബ്രഹാമെ, ഈ കാര്യത്തിന് വേണ്ടി നീ തീരവൃദ്ധനായിരിക്കുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഡോക്ടർ എന്താണോ പറഞ്ഞത്, മറ്റാരെങ്കിലും എന്താണോ പറയുന്നത്, തന്റെ സ്വന്തം മനസ്സ് തന്നെ എന്താണോ പറയുന്നത്, അതിനിതുമായിട്ട് ഒരംശം പോലും വ്യത്യാസമുണ്ടാക്കുന്നില്ല. ദൈവം സത്യവാനാകുന്നു. അവൻ അതോടൊപ്പം നിൽക്കുകയും ചെയ്തു. അത് 6ാമത്തെ ഇന്ദ്രിയമായ ഉത്തമബോധമാകുന്നു. ദൈവമേ, അതെനിക്ക് തരണമേ. ദൈവം അത് കൂടുതലായി എന്നിൽ ഉണ്ടാക്കാൻ ഇടയാക്കണമേ. അതിനാൽ അവന്റെ ജനങ്ങളെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇടയാക്കുമല്ലോ. അതാണ് എന്റെ പ്രാർത്ഥന. ഇന്ന് രാവിലെ സമയം ചെമ്പിച്ച മുടിയോടുകൂടിയ ഒരു കുട്ടിയെയും കൊണ്ട് ആ മാതാവ് അവിടെ നിൽക്കുമ്പോൾ അവരുടെ കവിളുകളിൽ കൂടി കണ്ണുനീരൊഴുകിയായിരുന്നു. സഹോദരി, എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഈ കുട്ടിക്ക് രക്തത്തിൽ ക്യാൻസർ രോഗമാകുന്നു. അപ്പോൾ എന്തോ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഓ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാനും ബില്ലിയും കൂടി യാത്ര ചെയ്യുകയായിരുന്നു. കുറച്ച് കറുത്ത നിറക്കാരായ കുട്ടികൾ വഴിയിൽ കൂടി വളരെ വേഗതയിൽ വണ്ടി ഓടിച്ചിരുന്നു. അവർ ഒരു കാറിന്റെ വശത്തായി ഇടിച്ചിട്ട് ഒരു വശത്തേക്ക് തിരിഞ്ഞു മറിഞ്ഞ് ആ കുട്ടികളെ വഴിയിൽ എല്ലായിടത്തും എറിയുകയും ചെയ്തു. അവരിലൊരു പയ്യൻ ആ കാറിന്റെ അടിയിലായി അകപ്പെട്ടിട്ട് കമിഴ്ന്നു വീണ് കിടന്നിരുന്നു. ഈ കുട്ടികൾ ചാടി പുറത്തു വന്നിട്ട് അത് ഉയർത്താൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഓ, ദയവ് ചെയ്ത് ചെയ്യരുത്, എന്റെ പിൻഭാഗം തകരുന്നു, അത് ചെയ്യരുത്, നിങ്ങൾ എന്നെ കൊന്നുകളയും, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ ഇതിന്റെ അടിയിൽ നിന്ന് പുറത്താക്കേണ്ടിയിരിക്കുന്നു, ഇത് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞു, ഇത് മാറ്റരുത്, നിങ്ങൾ എന്നെ മരണത്തിലേക്ക് ഇടിച്ചു വലിക്കുകയാണ്, അത് ചെയ്യരുത് എന്ന് അവൻ നിലവിളിച്ചു. ഞാൻ അതിനടിയിലേക്ക് തിരിഞ്ഞിട്ട്, മകനെ, നീ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ല ശ്രീമാൻ എന്നവൻ പറഞ്ഞു. എങ്കിൽ നീ പ്രാർത്ഥിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അതെ ശ്രീമാൻ എന്നവൻ പറഞ്ഞു. അപ്പോൾ 6ാമത്തെ ഇന്ദ്രിയം പ്രവൃത്തിയിലായി. നേരെ കാറിന് പിന്നിലേക്ക് നടന്നു ചെന്നു. ന്യായവിധിയുടെ നാൾ വരെ ഞാൻ ഒരിക്കലും ഇതറിയുകയില്ല. എന്നാൽ പെട്ടെന്ന് ആ വാഹനം അത് അവന്റെ മേൽ നിന്ന് തള്ളി മാറ്റപ്പെട്ടു. അവൻ യാതൊരു കുഴപ്പമില്ലാതെ ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. എന്തായിരുന്നു അത്? കഷ്ടസമയങ്ങളിൽ അടുത്ത തുണയാകുന്നു. ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരിയും കറുത്തവർഗക്കാരിയുമായ ഒരു മഹിള ഒരു പുതിയ പ്ലൈമോത്ത് വാഹനം ഓടിക്കുകയായിരുന്നു. അതിൽ ഏകദേശം 400 മൈലുകളോളം വേഗതയുണ്ടായിരുന്നു. അവർ വളരെ ഭയങ്കരമായ വേഗതയിൽ ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അതിന്റെ യന്ത്രവുമായിട്ട് അത് നേരെ ചെന്നൊരു മരത്തിലിടിച്ചു. ഞാനും ബില്ലിയും വണ്ടി നിർത്തി. അവിടെ ഒരു മഞ്ഞ് നിറഞ്ഞ് തെന്നുന്നതായ വഴി മുമ്പിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഉണങ്ങിയിരുന്നു. മിന്നസോട്ടയിൽ നിന്ന് കാറ്റ് ശക്തമായി അടിച്ചുകൊണ്ടിരുന്നു. അത് കാറിനെ ഒരു വശത്തേക്ക് വീഴ്ത്തിയിരുന്നു. ബില്ലി, നീ അത് ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ അവളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ഓ, ഞാൻ മരിക്കാൻ പോകുന്നു, ഞാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇരുന്നിരുന്നു. അവർ ആംബുലൻസിനെ വിളിച്ചു. അങ്ങനെ ആംബുലൻസ് വരികയും ചെയ്തു. എന്നാൽ അതിലൊരു മരിച്ച മനുഷ്യൻ പിന്നിലായി കിടന്നിരുന്നതിനാൽ എനിക്ക് അവരെ എടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ശരിയെങ്കിൽ ആരെങ്കിലും എളുപ്പം വഹിക്കുക, ഈ സ്ത്രീ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടേക്ക് നടന്നു ചെന്നിട്ട്, മഹിളയെ, ഒരു നിമിഷം നിൽക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഓ ശ്രീമാൻ, എന്നെ തുടരുത്, എന്റെ പിൻഭാഗത്ത് എന്നെ തുടരുത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മഹിളെ, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? അവൾ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, ഞാനൊരു സുവിശേഷ പ്രാസംഗികനാണ്. നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളും ദൈവവുമായിട്ട് എങ്ങനെയാകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, ശ്രീമാൻ, ഞാൻ ഇപ്പോൾ തന്നെ നേരെയാകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 6ാമത്തെ ഇന്ദ്രിയം പ്രവൃത്തിയിലാകുകയും ദൈവത്തിന്റെ ശക്തി അവിടേക്ക് കടന്നു വരികയും ചെയ്തു. അവരെ ആരും സഹായിക്കാതെ തന്നെ അവർക്ക് കാറിൽ നിന്ന് പുറത്തേക്ക് നടന്നിറങ്ങാൻ കഴിഞ്ഞിരുന്നു. ദൈവത്തിന്റെ ശക്തി കഷ്ടകാലങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു. നാം വിശ്വാസത്താൽ നടക്കുന്നു, നാം വിശ്വാസത്താൽ ജീവിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നാം ഈ രീതിയിൽ ജീവിച്ചിരിക്കണം. നിങ്ങളിൽ എത്ര പേർക്ക് 6ാമത്തെ ഉത്തമബോധത്തെ കൂടുതലായി ആവശ്യമായിരിക്കുന്നു? നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. Precious Lord, our God and our Father, Thou art so good to us. വിലയേറിയ കർത്താവേ, ഞങ്ങളുടെ ദൈവവും പിതാവുമായവനെ, അവിടുന്ന് ഞങ്ങളോട് നല്ലവനായിരിക്കുന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനും നടക്കാനും സ്പർശിക്കാനുമായി നീ 5 ഇന്ദ്രിയങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ കൈകളാൽ പ്രത്യക്ഷമായ കാര്യങ്ങളെ ഞങ്ങൾ സ്പർശിച്ചറിയുന്നു. നീ ഞങ്ങൾക്ക് കേൾവി തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി അത്രയും നന്ദിയുള്ളവരാകുന്നു. കാരണം ഞങ്ങൾക്ക് ദൈവവചനം കേൾക്കാൻ കഴിയുന്നു. കൂടാതെ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവവചനത്താലുമാകുന്നു. കർത്താവ്, ഈ 6 ഇന്ദ്രിയങ്ങൾക്കായി ഞാൻ നിനക്ക് നന്ദിയുള്ളവനാകുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവൻ അവയെ സംരക്ഷിക്കാനിടയാക്കണമേ. എന്നാൽ ഈ ഉത്തമ ബോധമായ വിശ്വാസത്തിന്റെ ബോധം അത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാകുന്നു. കാരണം വിശ്വസിക്കുന്നതിന് വേണ്ടി അവനത് ആവശ്യമായിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്കത് കൂടുതലായി തരണമേ.
ഓ കർത്താവേ, അത് ശുദ്ധമാക്കിയിട്ട് ഞങ്ങളെ പരീക്ഷിക്കുകയും പിന്നെ അങ്ങയുടെ നന്മയാലും ശക്തിയാലും ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവകാലം മുഴുവൻ യേശു ക്രിസ്തുവിനാൽ മാത്രം നൽകപ്പെടുന്ന ഉത്തമ ബോധമായ വിശ്വാസത്തിന്റെ ബോധത്താൽ നടക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളെ അത് വിശ്വസിക്കാനും അത് സ്വീകരിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ യാതൊരു സംശയം ഉണ്ടാക്കാനും ഇടയാക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ അത് സംഭവിക്കുമെന്ന് നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തുമിരിക്കുന്നു. കർത്താവേ, ഈ കൈകൾ ഉയർത്തിയിരിക്കുന്നവരായ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവ എന്താണെന്ന് നീ അറിയുന്നുവല്ലോ. അവർക്ക് ഓരോരുത്തർക്കും അത് നൽകി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ആഗ്രഹത്തെ നിറയ്ക്കാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. Faith in the Father, faith in the Son, faith in the Holy Ghost. പിതാവിലുള്ള വിശ്വാസവും പുത്രനിലുള്ള വിശ്വാസവും പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസവും ഇത് മൂന്നും ഒന്നാകുന്നു. അത് പിശാചുക്കളെ ഭീതിപ്പിക്കുകയും പാപികളെ ഉണർത്തുകയും ചെയ്യും. യഹോവയിലുള്ള വിശ്വാസം എന്തിനേയും കുലുക്കും. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ രാഗമില്ലാതെ ഒരു മിനിറ്റ് നമുക്ക് പാടാം. പിതാവിലുള്ള വിശ്വാസവും പുത്രനിലുള്ള വിശ്വാസവും പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസവും ഇത് മൂന്നും ഒന്നാകുന്നു. അത് പിശാചുക്കളെ ഭീതിപ്പിക്കുകയും പാപികളെ ഉണർത്തുകയും ചെയ്യും. യഹോവയിലുള്ള വിശ്വാസം എന്തിനേയും കുലുക്കും. അത് ശരിയാണ്. ഓ ദൈവമേ, വിലയേറിയ വിശ്വാസമാകുന്നു. വിലയേറിയതും മഹത്വമേറിയതുമായ വിശ്വാസമാകുന്നു. ദൈവമേ, എനിക്ക് വിശ്വാസത്തെ തരണമേ. വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ ഇസ്ഹാക്ക്, വിശ്വാസത്താൽ ഹാബേൽ കായന്റേതിലും ഉത്തമമായ യാഗം അർപ്പിച്ചു. അവൻ മരിച്ചിരിക്കുകയും അത് സാക്ഷീകരിക്കപ്പെട്ടിരുന്നു. ഓ, നമുക്ക് വിശ്വാസം എത്ര ആവശ്യമായിരിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. എനിക്ക് കൂടുതൽ വിശ്വാസമായിരിക്കുന്നു. ഈ ജീവിതത്തിലെ എന്റെ ആഗ്രഹവും ഈ വരുന്ന പുതുവർഷത്തേക്കുള്ള ആഗ്രഹവും ദൈവത്തിൽ കൂടുതൽ വിശ്വാസമാണ്. ദൈവമേ, എന്റെ മനസ്സിലുള്ള ഏതൊരു സംശയത്തെയും എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് വരികയാണെങ്കിൽ നീ അതെടുത്തു കളയണമേ. സാത്താൻ എന്നോട് പോരാടുന്നു. അവൻ നിങ്ങളോട് പോരാടുന്നു. അവന്റെ അമ്പുകളെ അവൻ നമ്മുടെ മേൽ എറിയാൻ ശ്രമിക്കുന്നു. എന്നാൽ എന്റെ മുമ്പിൽ എല്ലായ്പ്പോഴും വിശ്വാസത്തിന്റെ പരിചയം ഉണ്ടായിട്ട് അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാനും അവന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാനും തട്ടിമാറ്റുവാനും ഇടയാക്കണമേ എന്നതാണ് എന്റെ എളിമയായ പ്രാർത്ഥന. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ നെവിൽ, എന്തെങ്കിലും പറയാനുണ്ടോ എങ്കിൽ കടന്നു വരിക.